بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: عالم قريش يملأ طباق الأرض علما. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീം അതിൻ്റെ രണ്ടാം ഭാഗമായി ഇമാം ഷാഫിഈ ഇമാമിൻ്റെ ചരിത്രമല്ല ഉദ്ദേശിക്കുന്നത്. കർമ്മപരമായി 4 മദ്ഹബുകളിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് സ്വീകരിച്ചവരാണ് നാം ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൽ കർമ്മപരമായി നമുക്കും ബിദ്ഈ കക്ഷികൾക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങൾ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് പറയുക എന്നതാണ് ഇവിടെ ലക്ഷ്യം. ഇത് പറയാൻ കാരണം, പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ പറയാറുണ്ട്, ഈ കൂട്ടർ ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഈ സുന്നികളുമായുള്ള തർക്കം 99% തീരുമായിരുന്നു. ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കാത്തതാണ് ഞങ്ങളും ഇവരുമായുള്ള തെറ്റിന് പ്രധാനമായ കാരണം തന്നെ. ഇത് കേട്ടാൽ തോന്നും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണ് പൂർണ്ണമായും ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലുമല്ല. വ്യാജം പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ചില ഉദ്ധരണികൾ അവിടുന്നും ഇവിടുന്നൊക്കെ 2 ഭാഗവും കട്ട് ചെയ്ത് ഉദ്ധരിക്കാറുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ തർക്കത്തിലേക്കുന്ന ചില വിഷയങ്ങൾ പറയാം. എന്നാലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഹിജറ 150 ഫലസ്തീനിലെ ഗാസ എന്ന് ഇപ്പൊ പറയാറുള്ള അൽ ഗസ്സ എന്ന സ്ഥലത്ത് ജനിച്ച് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അവിടുത്തെ കുടുംബ സഹിതം മക്കയിലേക്ക് താമസം മാറ്റുകയും അങ്ങനെ മക്കയിൽ വെച്ച് തന്നെ പ്രാഥമികമായ പഠനങ്ങൾ നടത്തി 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. 10 വയസ്സായപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം അൽ മുവത്ത എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളും മനഃപ്പാഠമാക്കി. ശേഷം മാലിക് ഇമാമിന്റെ ദർസിൽ മദീനയിൽ പോയി ചേർന്ന് പഠിച്ചു. അങ്ങനെ 15 വയസ്സായപ്പോഴേക്ക് ഫത്വ കൊടുക്കാനും ഇജ്തിഹാദ് നടത്താനുമുള്ള അനുമതി ഫിഖ് പഠനത്തിൽ അവിടുത്തെ പ്രധാന ഉസ്താദായിരുന്ന മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അവിടെ മുതൽക്കുള്ള കാലഘട്ടം ബഹുമാനപ്പെട്ടവരുടെ വലിയ അങ്ങേയറ്റത്തെ സാഹസികമായ ഒരു പ്രയത്നമായിരുന്നു. ഒടുവിൽ മഹാനവറുകൾ ഇറാഖിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്ന് പിന്നീട് അവിടുന്ന് പോയത് രണ്ടാമത് ഇറാഖിലൂടെ തന്നെ ഈജിപ്തിലേക്ക് പോയി. അത് ഹിജറ 199 ലാസ്റ്റാണ്.
അല്ല 200 ആദ്യം ആണെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഹിജറ 200 മുതൽ 204 വരെയുള്ള 4 കൊല്ലങ്ങൾ, ഈ 4 വർഷങ്ങളിലുള്ള അഭിപ്രായങ്ങൾ അവിടുന്ന് ക്രോഡീകരിച്ച അതാണ് ഷാഫിഈ മദ്ഹബിന്റെ ആകത്തുക. അതിൽ പ്രധാനമായി ഈ ഷാഫിഈ മദ്ഹബിന്റെ പരപ്പും വിസ്തീർണവും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നാം ഇന്ന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളും ഇമാം ഷാഫിഈ തങ്ങളുമായുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചുരുക്കത്തിൽ അത് ഞാൻ ആദ്യമായി പറയുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ രചനകൾ 200 അടുക്കും അത്രയും ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ഈ 4 വർഷക്കാലയളവിൽ എഴുതിയ സുപ്രധാനമായ ബൃഹത്തായ 4 ഗ്രന്ഥങ്ങൾ, 1 കിതാബുൽ ഉമ്മ് അൽ ഉമ്മ്, 2 അൽ ഇംലാ, 3 മുഖ്തസറുൽ ബുവൈത്തി, 4 മുഖ്തസറുൽ മുസ്നി. ഇങ്ങനെ 4 ഗ്രന്ഥങ്ങളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകളായി പറയപ്പെടുന്നതിന്റെ അടിത്തറയായ 4 ഗ്രന്ഥങ്ങൾ. ഈ 4 ഗ്രന്ഥങ്ങളെ ഒരു കിതാബിലേക്ക് ക്രോഡീകരിച്ചെടുത്തു ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ മത്ലബ്, കിതാബുൽ മത്ലബ് ഫീ ദിറായത്തിൽ മദ്ഹബ്. 30 വാല്യങ്ങളുള്ള നിഹായത്തുൽ മത്ലബ്. ആ നിഹായ ഇമാമുൽ ഹറമൈനിയുടെ നിഹായ. നാം ഇപ്പോ ഇവിടെ സാധാരണ ഉപയോഗിക്കാറുള്ള നിഹായ ഇമാം റംലിയുടെ നിഹായാണ്. അത് നിഹായത്തുൽ മുഹ്താജ് ബി ശർഹിൽ മിൻഹാജ്. അതല്ല ഞാൻ പറഞ്ഞ നിഹായ. നിഹായത്തുൽ മത്ലബ് ബി ദിറായത്തിൽ മദ്ഹബ് എന്നാണ് അതിന്റെ പേര്. 30 വാല്യങ്ങളുള്ള ആ ഒറ്റ ഗ്രന്ഥങ്ങളിൽ ഈ 4 കിതാബുകളെ ക്രോഡീകരിച്ചെടുത്തു. ശേഷം ഇമാമുൽ ഹറമൈനെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വലിയ 30 വാല്യം വരുന്ന ഗ്രന്ഥത്തെ ബസീത്ത് എന്ന ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ചെടുത്തു, ചുരുക്കിയെടുത്തു. പിന്നീട് ആ ബസീത്തിനെ ഒന്നുകൂടി ചുരുക്കി മഹാനവറുകൾ തന്നെ അതിന്റെ പേരാണ് വസീത്ത്. ആ വസീത്തിനെ വീണ്ടും ചുരുക്കിയെടുത്തു. ആശയങ്ങളൊക്കെ അതിലുണ്ട്. അതിന്റെ വാക്കുകളെ പരത്തി പറഞ്ഞ് ഒന്ന് ചുരുക്കി എന്നേ ഉള്ളൂ. അതാണ് ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ ചുരുക്കിയെടുക്കുക, ആശയം ചുരുങ്ങാതെ അതിന്റെ വാക്കുകൾ ചുരുക്കുക. ഇങ്ങനെ മൂന്നാമതായി വസീത്തിനെ ചുരുക്കിയെടുത്തതാണ് വജീസ്. വീണ്ടും വജീസിനെ ചുരുക്കിയെടുത്തു. അതാണ് ഖുലാസ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയുടെ ഈ 4 കിതാബ്, ഈ 4 കിതാബിന്റെ സന്തതികളല്ലാത്ത ഒരൊറ്റ കിതാബും ഷാഫിഈ മദ്ഹബിന്റെ ഫിഖ്ഹിൽ ഇല്ല തന്നെ. അതാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കിതാബുൽ അൽ ഫത്താവ ലിൽ ഹാവി അൽ ഹാവി ലിൽ ഫത്താവ അവിടെ അതിൽ പറഞ്ഞു കാണും, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിനോട് വിധേയത്വമില്ലാത്ത ഒരു ഷാഫിഈയും ഗസാലി ഇമാമിന്റെ ശേഷം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറയാ, നാം ഇന്ന് പ്രധാനമായും ഷാഫിഈ മദ്ഹബിലെ അവലംബ ഗ്രന്ഥങ്ങളായി എടുക്കുന്നത് തുഹ്ഫ, ഇബ്ൻ ഹജർ തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജ്, 2 റംലിയുടെ നിഹായത്തുൽ മുഹ്താജ്, ഖതീബു ശർബീനിയുടെ മൂന്നാമതായി അൽ മുഗ്നിൽ മുഹ്താജ്, മുഗ്നിൽ മുഹ്താജ്. ഇങ്ങനെ ഈ 3 അതിപ്രധാനമായ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇമാം നവവിയുടെ മിൻഹാജു ത്വാലിബീൻ അതിന്റെ ശർഹകളാണ്. മിൻഹാജിന് ഈ 3 പേരും ഇബ്ൻ ഹജർ എഴുതിയ തുഹ്ഫ 10 വാല്യങ്ങൾ, ബഹുമാനപ്പെട്ട റംലി ഇമാം എഴുതിയ നിഹായ അത് 8 വാല്യങ്ങൾ, ബഹുമാനപ്പെട്ട ഖതീബ് ശുർബീൻ എഴുതിയ മുഗ്നിൽ മുഹ്താജ് 4 വാല്യങ്ങൾ. ഇതെല്ലാം ഈ മിൻഹാജിന്റെ നബവി ഇമാമിന്റെ മിൻഹാജിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. ആ മിൻഹാജ് ആണെങ്കിലോ മഹാനായ ഇമാം റാഫിയുടെ അൽ മുഹറർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ചുരുക്കിയെടുത്തതാണ്.
ആ അൽ മുഹറർ എന്നതോ നേരത്തെ ഞാൻ പറഞ്ഞ ഗസാലി ഇമാമിന്റെ പ്രധാനമായ 4 കിതാബുകളിൽ 4ാമത് പറഞ്ഞ ഖുലാസ. ആ ഖുലാസ ചുരുക്കിയെടുത്തതാണ് മുഹറർ. മുഹറർ ചുരുക്കിയെടുത്തതാണ് മിൻഹാജ്. ആ മിൻഹാജിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളാണ് തുഹ്ഫ, നിഹായ, മുഗ്നി. അപ്പൊ ഇമാം ഷാഫി വരെ ഈ തുഹ്ഫയും മുഗ്നിയും നിഹായും തൊട്ടുകിടക്കുകയാണ്. അത് മുഴുവൻ ഷാഫി മദ്ഹബാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ 4 കിതാബുകളിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ശേഷമുള്ള ഈ ഗ്രന്ഥങ്ങളിൽ വന്നത് തന്നെ അവര് പറഞ്ഞു വച്ചതിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങളാണ്. മഹാനവറുകൾ പറഞ്ഞു വെച്ചത് തന്നെയും നേരത്തെ അവിടുന്ന് തയ്യാർ ചെയ്തു വെച്ച ഉസൂലുൽ ഫിഖ്, ഫിഖിന്റെ അടിസ്ഥാന പ്രമാണം, അത് വച്ചാണ് ശേഷമുള്ളവർ ഇത്രയും വിഷയങ്ങൾ അവർ പരത്തി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടാകുമോ എന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ അന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത കാര്യങ്ങൾ, അതടക്കം മഹത്തുക്കളായ ഇമാമുകൾ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. എത്രമാത്രം സവിസ്തരമായി, ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളും ഒരുപക്ഷെ ഖിയാമത്ത് നാളിന്റെ മുമ്പ് നടക്കുകയാണെങ്കിലോ എന്ന് വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരെയുള്ള മതവിധികൾ മുമ്പ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും അവിടുത്തെ അനുയായി വൃത്തമായ അസ്ഹാബും പറഞ്ഞതിൽ നിന്ന് ഈ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ധാരാളം കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി സമുദ്രം പോലെ പാരാവാരം നിറഞ്ഞു കിടക്കുന്ന ആഴവും പരപ്പും കൂടിയ അതിവിശാലമായ ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ലോകത്ത് നടന്നിട്ടില്ലാത്ത കാര്യങ്ങളടക്കം ഇനി നടക്കുകയാണെങ്കിലോ അതും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി, ഒരാൾ മരിച്ചു, വലൗ മാത്ത ഇൻസാനുൻ, ഒരാൾ മരിച്ചു, മൗത്തൻ ഹഖീഖിയൻ, യഥാർത്ഥ മരണം. പിന്നെ എങ്ങനെയല്ല, ഡോക്ടർമാരുടെ പരിശോധനയിൽ മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി, ശേഷം നോക്കുമ്പോൾ മരിച്ചിട്ടില്ലായിരുന്നു, അത് ഡോക്ടറുടെ പരിശോധനയിൽ വന്ന പെശകാണ്. അതല്ല, വലൗ മാത്ത ഇൻസാനുൻ മൗത്തൻ ഹഖീഖിയൻ, യഥാർത്ഥ മരണം, ഒരു മനുഷ്യൻ മരിച്ചു, ഹുമ്മ ഉഹിയ, പിന്നെ അയാൾക്ക് ഹയാത്ത് തിരിച്ചു കിട്ടി, ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ചടക്കം ഇവിടെ കർമ്മശാസ്ത്രം പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ ഹയാത്ത് തിരിച്ചു കിട്ടിയത് കറാമത്ത് മുഅ്ജിസത്തുകൊണ്ടാവട്ടെ, അല്ല ഭൗതിക ശാസ്ത്രം അങ്ങനെ പുരോഗമിച്ച് മരിച്ചവരെ ഹയാത്താക്കാൻ മാത്രം എത്തിയെന്ന് സങ്കല്പിക്കാം. എന്തുകൊണ്ട് എത്തിക്കൂടാ? അങ്ങനെ വന്നാലും രണ്ടായിരുന്നാലും ശരി, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികളുണ്ട്. ആ കാര്യങ്ങൾ അടക്കം എത്ര വരെ അയാളിപ്പോ രണ്ടാമത് ജീവുണ്ടായി, അങ്ങനെ ജീവ് അയാൾക്ക് തിരിച്ചു കിട്ടിയാൽ, നേരത്തെ അയാളുടെ ഭാര്യ ഇപ്പൊ അയാളിൽ നിന്ന് പിരിഞ്ഞു പോയോ, അല്ല അയാൾക്ക് ഹയാത്ത് തിരിച്ചു കിട്ടിയതുകൊണ്ട്, ജീവ് തിരിച്ചു കിട്ടിയതുകൊണ്ട് ഭാര്യ എന്നതിലേക്ക് വീണ്ടും അവൾ മടങ്ങി വരുമോ? ഒരു മസലയാണ്. രണ്ടാമത്തെ ഒരു മസല, അയാളെ സ്വത്തുക്കളെല്ലാം അനന്തരാവകാശികൾ വിഹിതമായി എടുത്തു, ശേഷം ഇയാൾക്ക് ഹയാത്ത് തിരിച്ചു കിട്ടി, എന്നാ സ്വത്തുക്കൾ അയാളിലേക്ക് രണ്ടാമത് കിട്ടുമോ? മൂന്നാമത്തെ ഒരു മസല, നേരത്തെ അയാളുടെ കുട്ടികൾ, പെൺകുട്ടി കെട്ടിക്കുന്ന സമയത്ത് അയാളാണ് കൈയൊടുത്തിരുന്നത്, ഇപ്പൊ അയാൾക്ക് ജീവ് തിരിച്ചു കിട്ടി, വേറൊരു കുട്ടിയെ കെട്ടിക്കാനുണ്ട്, ഈ സമയത്ത് ഇയാൾക്ക് കൈയൊടുക്കാൻ പറ്റുമോ, ഇയാൾക്ക് അവകാശമുണ്ടോ, തുടങ്ങി ഒരുപാട് മസാലകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സാങ്കല്പികമായിട്ടാണ് പറയുന്നത്. എന്താണ് അതിന്റെ മസാല? അതുകൊണ്ടും തീർന്നില്ല, പിന്നെയും തുറന്നു പറയുന്നു. ഇനി അയാൾ വീണ്ടും രണ്ടാമത് മരിച്ചു, എന്നാൽ ഒന്നാമത്തെ മരണത്തിൽ നമുക്കൊരുപാട് ബാധ്യത ഫർള് കിഫായ ഉണ്ടായിരുന്നു. അത് സാമൂഹ്യമായ ഒരു ബാധ്യതയാണ്. ആരെങ്കിലും ചെയ്താൽ
എല്ലാവരും കുറ്റത്തിന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അയാളെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മറുവാടൽ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ, നിഷ്കരിക്കൽ, ഇതൊക്കെ നിർബന്ധമുണ്ടോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അവിടുത്തെ അൽ ഫത്താബ് അൽ ഹദീസിയയിൽ പറയുന്നുണ്ട്. ഫതാബ് അൽ ഹദീസിയുടെ ആദ്യ ഭാഗം തന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ മൂന്നാമത്തെ പേജിൽ കാണാം. ഒരാൾ മരിച്ച് അയാൾക്ക് തിരിച്ചു കിട്ടിയാൽ ഉള്ള സംഗതിയാ. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? അയാളെ രണ്ടാമത്തെ മരണം കൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതിനൊരു പരിഗണന കൊടുക്കുന്നില്ല. ഒന്നാമത്തെ മരണമാണ് നാം പരിഗണിക്കുന്ന മരണം. അപ്പോൾ അയാളെ മേലെ നമുക്ക് നിർബന്ധമായി സംഗതിയൊക്കെ വേണം. രണ്ടാമത് ഹയാത്ത് തിരിച്ചു കിട്ടി വീണ്ടും മരിച്ചാൽ അയാളെ കുളിപ്പിക്കൽ നിർബന്ധമില്ല, നിസ്കരിക്കൽ നിർബന്ധമില്ല. അതേ സ്ഥാനത്ത് ഒരു ശീലയിൽ പൊഞ്ഞാൽ മറവയ്യൽ നിർബന്ധമാണ്. അതെന്തുകൊണ്ടാ? അയാൾ അങ്ങനെ ജഡമായി കിടന്നാൽ അത് ചീഞ്ഞ് നാറിപ്പോയാൽ ജീവിച്ചിരിപ്പുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂലേ? അതുകൊണ്ട് ഈ ഒരു കാര്യമല്ലാതെ മറ്റൊന്നും അയാളെ ഹക്കിൽ നിർബന്ധമില്ല. അതെല്ലാം നേരത്തെ നമ്മൾ നിർവഹിച്ചു പോയി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ ശേഷമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ നിന്ന് കണ്ടെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഉണ്ടാകാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അതടക്കം അവർ പറയാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് എവിടെ എത്തി? ഇതുമായി ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ വരും? ഒരു 10 വർഷം മുമ്പ് വന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഈജിപ്തിലെ ഫിഖ് കൗൺസിൽ കൊടുത്ത മറുപടി ഒക്കെ ചിലപ്പോൾ ചിലർ വായിച്ചു കാണാം. എന്തായിരുന്നു വിഷയം? ഒരാള്, ചെറുപ്പക്കാരനായ ഒരാൾ, 35 വയസ്സുള്ള ഒരാൾ, അയാൾ പുരുഷനായി ജീവിച്ചതാണല്ലോ. അയാൾക്ക് തോന്നി ഇനി ഒന്ന് സ്ത്രീയായി ജീവിച്ചാൽ എന്താ? അങ്ങനെ അയാൾ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായി അയാൾ സ്ത്രീയായി. പുരുഷത്വം വിട്ട് അയാൾ സ്ത്രീത്വമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഉണ്ടായ വിഷയം എന്താ? അതുമായി വന്ന ചോദ്യങ്ങൾ എന്തൊക്കെ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. ഭാര്യയും അയാളും തമ്മിലുള്ള നിക്കാഹ് ബന്ധം എന്തായി? ഒരു ചോദ്യം അതാണ്. ഫിഖ് കൗൺസിലിലേക്ക് വന്നൊരു ചോദ്യമാണ്. അയാളും അയാളെ ഭാര്യയും തമ്മിലുള്ള നിക്കാഹ് ബന്ധം മുറിഞ്ഞുവോ അതല്ല ഇല്ലയോ? മുറിഞ്ഞു എന്ന് വെച്ചാൽ ആ പെണ്ണിനെ രണ്ടാമത് കെട്ടിക്കണമെങ്കിൽ ഇദ്ദ വേണോ? കാരണം ഇവിടെ തലാഖും നടന്നിട്ടില്ല, മരണവും നടന്നിട്ടില്ല. ഇദ്ദ വേണോ വേണ്ടയോ? ഇദ്ദ വേണമെന്ന് പറയുകയാണെങ്കിൽ തലാഖിനുള്ള ഇദ്ദ 3 ശുദ്ധി. മെൻസ് ഉണ്ടാകുന്ന, ഹൈദുണ്ടാകുന്ന പെണ്ണിന് 3 ശുദ്ധിയാണ്. അപ്പൊ ആ 3 ശുദ്ധിയാണോ? അതല്ല, മരിച്ചാലുള്ള ഇദ്ദ 4 മാസവും 10 ദിവസവും, ആ ഇദ്ദയാണോ? അങ്ങനെ തുടങ്ങി 10 ചോദ്യാവലികളാണ് അതിലുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യം, പെൺകുട്ടിയെ കെട്ടിക്കാനുണ്ട്. ഇയാൾ ഇപ്പൊ പെണ്ണായിരിക്കുന്നു, പെണ്ണിന് വിലായത്തില്ല എന്നല്ലേ, കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമില്ല എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അപ്പൊ ഇയാൾക്ക് വിലായത്തില്ല എന്ന് പറയണോ? അതല്ല വിലായത്തുണ്ട് എന്ന് പറയണോ? കാരണം വിലായത്ത് പദവിയിൽ ആദ്യത്തെ പദവി ബാപ്പയാണ്, ഉപ്പ. ഈ കുട്ടിയെക്കുള്ള അപേക്ഷിച്ചാൽ ഈ പറഞ്ഞ പെണ്ണായി മാറിയ ആള് ഉപ്പയാണല്ലോ. അതുകൊണ്ട് ഉപ്പ എന്ന നിലക്ക് വിലായത്ത് പദവി കെട്ടിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയണോ? അതല്ല, വിലായത്ത് പദവി നഷ്ടപ്പെട്ടു പോയി, അയാൾ പെണ്ണായി മാറിയതുകൊണ്ട് അങ്ങനെയാണോ പറയേണ്ടത്? ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ, പിന്നെയും ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം കൂടി വന്നപ്പോ ഫിഖ് പഠിക്കാത്ത ഈജിപ്തിലെ ഫിഖ് കൗൺസിൽ പേര് മാത്രമേ ഉള്ളൂ. വെള്ളിക്കോല് എന്ന് പറയും പോലെ വെള്ളിയും ഉണ്ടാവില്ല. ഫിഖ് കൗൺസിലിന്റെ പേരാണ്, പക്ഷേ ഫിഖും അവരായി ഒരു ബന്ധവുമില്ല. ഇങ്ങനെ വന്നപ്പോ അവർക്ക് തോന്നിയതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത്, അവസാനം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഫത്വ ബോർഡിലേക്ക് ആ ചോദ്യം കൊണ്ടുവന്നു.
അന്ന് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് PMK ഫൈലി, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സുഖത്താബയെ കൊടുക്കട്ടെ. അദ്ദേഹമാണ് ഇങ്ങനെ അവിടെ ഈ ചർച്ചയൊക്കെ നടന്നിട്ടുള്ള ശരിയായ മറുപടി ഫിഖ്ഹിന്റെ വെളിച്ചത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ. അതുകൊണ്ട് അതിന്റെ ശരിയായ മറുപടി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫത്വ ബോർഡിനെ സമീപിച്ചപ്പോൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി മഹാനായ ചെറുസോല ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് അവിടുത്തെയും ഖബറിടം അള്ളാഹു സ്വർഗത്തൊപ്പാക്കി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ ഇന്നുള്ള ജീവിച്ചിരിപ്പുള്ള മഹാനായ ഉസ്താദ് അവകൾ AP ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെല്ലാം ചേർന്ന് ആ ചോദ്യങ്ങൾക്ക് മുഴുക്കയും ഫിഖ്ഹിന്റെ വെളിച്ചത്തിൽ കിതാബിന്റെ പേജും നമ്പറും കൊടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു. ഇതാണ് നമ്മുടെ കർമ്മശാസ്ത്രം. എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നു, ഇങ്ങനെ മാറ്റങ്ങൾ സ്ത്രീ പുരുഷനായും പുരുഷൻ സ്ത്രീയായും മാറ്റം വരുമ്പോൾ അതിൽ 2 കോലം വരാം സാധ്യത ഉണ്ട്. ഒന്ന്, ഒരു അവയവ മാറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ, പ്രകൃതി മാറ്റം വന്നിട്ടില്ല. പുരുഷൻ നേരത്തുള്ള പുരുഷൻ തന്നെയാണ്, പക്ഷേ അയാൾ ലിംഗം ഛേദിച്ച് അവിടെ സ്ത്രീയുടെ അവയവമാക്കി മാറ്റി. ചേലും കോലെല്ലാം ഒരു സ്ത്രീയുടെ കൊലമായി. താടിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കളഞ്ഞ് പിന്നെ മുളക്കാൻ പറ്റാത്ത രീതിയിലാക്കി. പക്ഷേ പ്രകൃതിയിൽ മാറ്റം വന്നിട്ടില്ല. എന്നാൽ അയാൾ നേരത്തുള്ള പുരുഷൻ തന്നെ. ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നതാ. ആ കാലത്ത് ഇതൊന്നും സംഭവിക്കുന്ന കാലമല്ല, ഊഹിക്കാൻ പോലും കഴിയില്ല. ഇബ്നു ഹജർ പറയുന്നു, ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ അയാൾ നേരത്തുള്ള പുരുഷൻ എന്ന നിലക്ക് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയുമായുള്ള നിക്കാഹ് ബന്ധത്തിന് ഒരു കേടും സംഭവിക്കൂല. അപ്പൊ പിന്നെ ഈ ഭാര്യക്ക് ഇയാളിൽ നിന്ന് മോചനം കിട്ടാൻ ഇയാൾ തലാക്ക് കൊടുക്കണില്ല. ഈ ഭർത്താവിനെ കൊണ്ട് ഈ പെണ്ണിന് കാര്യമില്ല. എന്നാൽ ആ പെണ്ണിന് സംശയത്തോളം ആ ഭർത്താവിന്റെ കീഴിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിബന്ധന പ്രകാരം ഫസ്ഖ് ചെയ്യാൻ പറ്റും. അതല്ല, പ്രകൃതിപരമായ വ്യതിയാനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ മാറി എന്ന് അതിന് മനസ്സിലാക്കാൻ പല ഏതുകളുണ്ട്. ഉദാഹരണമായി കൃത്രിമമായി ഗർഭാശയം ഈ പെണ്ണിനെ വെച്ചു പിടിപ്പിച്ചു. അങ്ങനെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെ എല്ലാ മാസത്തിലും മെൻസസ് ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ മനസ്സിലാക്കാം, പ്രകൃതി മാറിയിട്ടുണ്ട്. ഗർഭം ധരിക്കാൻ തുടങ്ങി. പ്രകൃതിപരമായ വ്യതിയാനം വന്നുപോയി. ഇങ്ങനെ വരുമ്പോൾ നിക്കാഹി ബന്ധം മുറിഞ്ഞു. നിക്കാഹി ബന്ധം മുറിഞ്ഞാൽ പിന്നെ ഈ പെണ്ണിനെ 2ാമത് കെട്ടിക്കാൻ ഇദ്ദ വേണോ വേണ്ടേ? വേണം. ആ ഇദ്ദ മരണത്തിന്റെ ഇദ്ദയാണോ അതല്ല തലാഖിന്റെ ഇദ്ദയാണോ കൊടുക്കേണ്ടത്? തലാഖിന്റെ ഇദ്ദയാണ് ഇവിടെ വേണ്ടത്, മരണത്തിന്റെ ഇദ്ദ വേണ്ട. കാരണം നിർജീവിയായി തരം മറിഞ്ഞാൽ, ഭർത്താവ് നിർജീവിയായി തരം മറിഞ്ഞാൽ മയ്യിത്തായതുപോലെയാണ്, മരിച്ചതുപോലെയാണ്. അപ്പൊ തലാഖിന്റെ ഇദ്ദ പോരാ, മരണത്തിന്റെ ഇദ്ദ 4 മാസവും 10 ദിവസവും വേണം. ഇവിടെ നിർജീവിയല്ല, ജീവി എന്നല്ലേ, ആണ് പെണ്ണായെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദ ഇവിടെ വേണ്ടത് തലാഖിന്റെ ഇദ്ദ മതി. ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും A to Z മറുപടി നമുക്ക് പറയാൻ കഴിഞ്ഞു. അത് നമ്മുടെ കർമ്മശാസ്ത്രം അത്ര സജീവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്ഹബ് വിട്ടുപോകുന്നവർക്ക്, മദ്ഹബ് സ്വീകരിക്കാത്തവർക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിലില്ലേ? തറക്തു ഫീക്കും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അതേതാണ്? നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്, കേട്ടാ നല്ല അവതരണമാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? തറക്തു ഫീക്കും അംറൈനി, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഒഴിച്ചുപോയി. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് 2 കൊണ്ടും നിങ്ങൾ പിടിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റില്ല. ഏതാണ്? ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്ന ഹദീസുമാണ്. അപ്പൊ ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിലുണ്ട്. നബി തങ്ങൾ അതല്ലേ പറഞ്ഞത്? എന്നാ ഈ ഖുർആനും സുന്നത്തും കൊണ്ട്
മറുപടി പറയാൻ ആർക്കാ കഴിയുക? അവിടെയാണ് വിഷയം. ആ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മറുപടി പറയാൻ എല്ലാവർക്കും കഴിയില്ല. ഇമാം ഷാഫി തങ്ങളെ പോലെ, അബൂ ഹനീഫ് ഇമാമിനെ പോലെ, ഇമാം മാലിക് തങ്ങളെ പോലെ, ഇമാം അഹ്മദ് ഹംബൽ തങ്ങളെ പോലെയുള്ള മുത്ലഖ് മുജ്തഹിദുകൾ, മുസ്തഖിലായ മുജ്തഹിദ്, സ്വതന്ത്ര ഇജ്തിഹാദിന് യോഗ്യതയുള്ളവർ, അവരും അവരുടെ പിൽക്കാലത്ത് അവരുടെ ശിഷ്യന്മാരായുള്ള തൊട്ടടുത്ത പദവിക്കാരും അവരൊക്കെ പ്രത്യേക പദവിയുള്ളവരാണ്. നമ്മുടെ മദ്ഹബിൽ 4-ാം നൂറ്റാണ്ടിന് ശേഷം ആ പദവിയുള്ളവർ ഉണ്ടായിട്ടില്ല. ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഇജ്തിഹാദ് നടത്തി ഖുർആനെന്നും സുന്നത്തെന്നും മദവി കണ്ടെത്താൻ കെൽപ്പുള്ളവർ ഹിജറ 4 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജനിച്ചിട്ടില്ല. ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. വഹാദിഹി മർത്തബത്തുൻ ജലീലത്തുൻ അസ്ഹാബുൽ വുജൂഹ് എന്നാണ് അവരെ പറ്റി പറയാം. ഷാഫി ഇമാമിന്റെ ശേഷം അവിടുത്തെ അസ്ഹാബുകൾ, അനുയായി വൃത്തത്തിലെ പ്രധാന പണ്ഡിതന്മാർ, അവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടിസ്ഥാനമാക്കി വെച്ച ആ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഖുർആനെന്നും സുന്നത്തെന്നും അവർ ഒരുപാട് കണ്ടെടുത്തു. ശേഷക്കാർ ഇവര് കണ്ടെടുത്തതിൽ നിന്ന് വീണ്ടും ചില വിഷയങ്ങൾ കണ്ടെടുത്തു. ഈ പറഞ്ഞ പ്രക്രിയ തന്നെ 4 നൂറ്റാണ്ട് വരെ നിന്നിട്ടുള്ളൂ. 4-ാം നൂറ്റാണ്ടിന്റെ ശേഷം ഉള്ളവർക്ക് പുതിയ ഒന്ന് കണ്ടെത്തേണ്ടി വന്നില്ല. എന്തേ കാരണം? ഈ 4 നൂറ്റാണ്ടിൽ ജീവിച്ചവർ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള, ബുദ്ധിപരമായുള്ള സാധ്യതയുള്ള എല്ലാ സംഗതിയും പറഞ്ഞു വെച്ചു. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു കാണാം. എവിടെ? ഒരു മസല, ഒരു പുരുഷന്റെ ബീജം അയാളുടെ ഭാര്യയിൽ അത് പുറത്തെടുത്ത് ഭാര്യയിൽ പ്രവേശിപ്പിച്ചു. ഇസ്തിദ്ഖാൽ എന്നാണ് അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുത്ത സാങ്കേതിക പ്രയോഗം. ഇന്ദ്രിയം പുരുഷന്റെ ബീജം ഭാര്യയിൽ, സ്ത്രീയിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെ പ്രവേശിപ്പിച്ച് ഗർഭം ധരിച്ച് കുട്ടിയുണ്ടായാൽ ചിലപ്പോൾ അങ്ങനെ ആവശ്യം നേരിടും. എന്നോട് തന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചാൽ, ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചൊരു മസലയാണ്, ഉസ്താദേ ഞാൻ കല്യാണം ചെയ്തൊരു 13 വർഷമായി, എനിക്ക് ഇതുവരെ കുട്ടികളില്ല. ഇപ്പോ ബാംഗ്ലൂരിലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളെ ബീജത്തിൽ ഉൽപാദന ശേഷിയുള്ള ബീജത്തിന്റെ അളവ് കുറവാണ്, അണുക്കൾ കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബീജം 3-4 പ്രാവശ്യമുള്ളത് എടുത്തിട്ട് ജീവാണുക്കൾ മാത്രം അതിൽ നിന്ന് എടുത്ത് ബാക്കിയുള്ളത് ഉപേക്ഷിച്ച് അങ്ങനെ 3-4 പ്രാവശ്യങ്ങളിലുള്ള ഒന്നിച്ച് ഗർഭാശയത്തിലേക്ക് എത്തിച്ചാൽ സന്താനം ഉണ്ടാവും. അതല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ ബീജം കയറ്റിയാൽ ഭാര്യയിൽ പ്രവേശിപ്പിച്ചാലും കുട്ടി ഉണ്ടാവും. അപ്പൊ ഇയാൾ അതെനിക്കെങ്കിലും വേണ്ടായിരുന്നു, അതെങ്കിലും വേണ്ട, ഇത് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അവിടെ നമ്മുടെ മദ്ഹബ് പറയുന്നത്, ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുമ്പോൾ ഹറാമല്ലാത്ത രീതിയിൽ ബീജം പുറത്തെടുത്ത് ആ ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുമ്പോ തന്നെ ഭാര്യയിൽ ആ ഇന്ദ്രിയം പ്രവേശിപ്പിച്ച് കുട്ടി ജനിച്ചാൽ കുട്ടി ഇവന്റെ കുട്ടിയായി കണക്കാക്കും, വംശബന്ധം ചേരും. ഇതാണ് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത്. നേരെ മറിച്ച് അന്യ ഒരു പെണ്ണും ഒരു പുരുഷനുമാണ്. ഈ പുരുഷന്റെ ആ പെണ്ണുമായി നിക്കാഹ് ബന്ധത്തിലായിട്ടില്ല, അതിന്റെ മുമ്പ് ഇയാളെ ബീജം പുറത്തെടുത്ത് വെച്ചിരുന്നു. അങ്ങനെ പെണ്ണിനെ കെട്ടിയതിന് ശേഷം അവളിൽ പ്രവേശിപ്പിച്ചു. അതല്ലെങ്കിൽ നേരെ മറിച്ച് നേരത്തെ ഭാര്യ ഭർത്താക്കളായി ജീവിക്കുമ്പോൾ എടുത്തു വച്ച ബീജം ഭർത്താവ് മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിയതിന് ശേഷമോ ഈ പെണ്ണിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് കുട്ടി ഉണ്ടായി. ഈ 2 രൂപത്തിലും കുട്ടി അവൻ്റെതായി കണക്കാക്കൂല. കാരണം ഇസ്തിദ്ഖാൽ ആ പെണ്ണിൽ പ്രവേശിപ്പിക്കുക, ഇൻസാൽ ഇയാളെ മനി
ഇന്ദ്രിയം പുറത്തു വരിക. ഇത് രണ്ടും ഫിൽ ഫിറാസിയ, ഭാര്യയായി നിലനിൽക്കുമ്പോഴായിരിക്കണം. ഈ നിബന്ധന ഒക്കാത്തതുകൊണ്ട് കുട്ടിയായി കണക്കാക്കൂല. എന്നാൽ തന്നെ ബീജം പുറത്തു വന്നത് ഹറാമായ നിലക്കായിക്കൂടാ. ഇന്ന് ഡോക്ടർമാർ ചെയ്യുന്നത് പോലെ അവർ നിർദ്ദേശിക്കും, ഒരു കുപ്പി കൊടുത്ത് ബാത്റൂമിൽ പോയി സ്വന്തം കൈകൊണ്ട് മൈഥുനം ചെയ്തെടുക്കാനാ പറയുന്നത് എങ്കിൽ അത് പറ്റില്ല. അത് ഹറാമായ മാർഗത്തിലാണ്, അത് മുഹത്തറമല്ല, അതിന് ബഹുമതി ഇസ്ലാം കൊടുക്കുന്നില്ല. ഹറാമല്ലാത്ത മാർഗത്തിലൂടെ അതിന് പല മാർഗമുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് സ്വന്തം ഭാര്യയുടെ കൈ കൊണ്ടാണ് മൈഥുനം ചെയ്തെടുത്തെങ്കിൽ ഹലീലത്തിന്റെ ഭാര്യ, ആ ഹലീലത്തിന്റെ കൈ, സ്വന്തം ഭാര്യയുടെ കൈ, എന്നാ പിന്നെ ഹറാമില്ല. ഞാൻ പറഞ്ഞത് ഹറാമല്ലാത്ത മാർഗേണ ഇവർ ഈ ഇന്ദ്രിയെടുത്ത് കയറ്റിയതാണെങ്കിൽ കുട്ടി അവന്റെ കുട്ടിയായി കണക്കാക്കും. ഞാൻ പറയാൻ പോയ വിഷയം പോകുന്ന വിഷയങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുക. ഏതായിരുന്നാൽ ഇബ്നു ഹജർ തങ്ങൾ ശാസ്ത്രം ഇത് പറഞ്ഞപ്പോ അന്നത്തെ ഡോക്ടേഴ്സ് ഇതിന് പുറംതിരിഞ്ഞു നിന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, എന്താ ഇവന്മാര് പറയുന്നത്, ഇത് എത്ര പോയത്തമാണ്, വിഡ്ഢിത്വമാണ്. കാരണം ഇന്ദ്രിയം വായുസ്പർശനത്തോടെ പൂർണ്ണമായും നിർവീര്യമായി, ഉൽപാദന സാധ്യത പിന്നെ ഇല്ല. അതുകൊണ്ട് പുറത്തു വന്ന ബീജം ഉള്ളിലേക്ക് കയറ്റിയിട്ട് പെണ്ണിലേക്ക് കയറ്റിയിട്ട് കുട്ടി ഉണ്ടാകുന്നത് സംബന്ധിച്ച് സംസാരിക്കുന്നത് എത്ര മൗഢ്യമാണ് എന്ന് അന്നത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് പുറംതിരിഞ്ഞെന്ന് അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ അതിനെതിരെ ഇബ്നു ഹജർ തങ്ങൾ കൊടുക്കുന്ന മറുപടി നോക്ക്. വഅമ്മാ ഖൗലുൽ അത്തിബ്ബാ, എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇബ്നു ഹജർ പറയുന്നു വഅമ്മാ ഖൗലുൽ അത്തിബ്ബാ, ഡോക്ടേഴ്സ് പറഞ്ഞത് മിൻ അന്നൽ ഹവാ യുഫ്സിദുൽ മനയ്യ, വായുസ്പർശനം ബീജത്തെ നിർവീര്യമാക്കും എന്നവരുടെ വാക്ക് ഫമർദൂദ് തള്ളപ്പെടേണ്ടതാണ്. കാരണം ലിഅന്നഹു ലാ യറുദ്ദുൽ ഇംകാൻ, ഉൽപാദന സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ തെളിവില്ലാതെ പറഞ്ഞ വാക്ക് സ്വീകരിക്കപ്പെടൂല. നോക്ക് നിങ്ങൾ, അന്ന് ഇതൊന്നും നടപ്പിൽ വന്നിട്ടില്ല. ഇപ്പൊ കാലം എവിടെ എത്തി? ഇതെല്ലാം നടക്കുന്ന കാലമായി. ഈ സംബന്ധമായുള്ള മതവിധിയാണ് മഹാനായ ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എണ്ണി പറയുമ്പോ നമ്മളെ സമയം വൈകിപ്പോവും, നമ്മൾ പറയേണ്ട വിഷയം തെറ്റിപ്പോവും. ഞാൻ പറഞ്ഞു വന്നത്, മദ്ഹബ് സ്വീകരിക്കാതെ ഇവിടെ ഒരാൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചു നിൽക്കുക സാധ്യമല്ല. കാരണം എന്താ? ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറഞ്ഞത് കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുക്കെ ആ ഖുർആനിലും സുന്നത്തിലും ഉണ്ട്. പക്ഷേ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആഴങ്ങളിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ യോഗ്യത ഉള്ളവർ നേരത്തെ നമ്മൾ പറഞ്ഞു ഹിജറ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇമാം നബവി അടക്കം അവിടുത്തെ ജോലി എന്താ, അവിടുത്തെ ഡ്യൂട്ടി എന്താണ്? ഇമാം റാഫിയും ഇമാം നബവിയും റഹ്മഹുമുല്ലാ, നമ്മുടെ ശാഫി മദ്ഹബിലെ പിൽക്കാലത്തുള്ള 4-ാം നൂറ്റാണ്ടിന് ശേഷക്കാരവര്, അവർ മസ്അലകൾ നോക്കിയിട്ട് അതിൽ നിന്ന് റാജിഹും മർജുഹും, പ്രബലവും അപ്രബലവും വേർതിരിക്കുക. ഇതാ അവരെ പണി. പുതിയ വിഷയം കണ്ടെത്തല്ല, ഏതാണ് പ്രബലമായത് ഏതാ അപ്രബലമായത് വേർതിരിക്കണം. മുൻഗാമികൾ പറഞ്ഞതിൽ നിന്ന് എടുത്തുകൊണ്ട് അവരടക്കം ഇജ്തിഹാദിന് സ്വന്തം മതവിധി കണ്ടെത്താൻ യോഗ്യത ഉള്ളവരല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാലത്ത് ജീവിക്കുന്ന പുത്തനാശയക്കാർ ഖുർആനും സുന്നത്തും എല്ലാം കിട്ടുമെന്ന് പറയുന്നത്? തവസ്സുലും ഇസ്തിഹാസമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനത്തെ കുറച്ച് പുതിയ വിഷയങ്ങൾ വെച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു കേൾക്കാൻ താല്പര്യമുണ്ട്. എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. കഴിയണമെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ, അവിടുത്തെ അസ്ഹാബിന്റെ വാക്കുകൾ, ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കാണും.
ഇത് വെച്ച് ഞാൻ പറയുന്നത്, നാമും പുത്തൻ ആശയക്കാരുമായി തർക്കത്തിലേക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അവര് പറയുന്നു ഷാഫി മദ്ഹബ് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ പക്ഷത്താണ് ഷാഫി മദ്ഹബ് എന്നാണ്. ഒന്നാമതായി നമുക്കെടുക്കാം ഖുത്ബയുടെ ഭാഷ. നമ്മളും അവരുമായുള്ള തർക്കത്തിന്റെ വലിയൊരു കാതലായ വശം അതാണ് ഖുത്ബയുടെ ഭാഷ. വഹാബിസത്തിലേക്കുള്ള പോക്കിന്റെ തുടക്കം തന്നെ വൈലത്തൂർ ബാവുസ്താദ്, അള്ളാഹുത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ഒരു പദ്യരൂപത്തിൽ പറഞ്ഞു. എന്ത്? ബിദ്അത്തുകൾക്ക് ആദ്യം മുൻകടക്കും ഖുത്ബ പരിഭാഷവാദം. മുബ്തദിയാകാൻ പോകുന്നു എന്നതിന്റെ അടയാള. ഏതുപോലെ ബസൂരി വരുമ്പോ അതിന്റെ മുൻകടക്കുന്ന പനി, വലിയ ശക്തിയുള്ള പനി വന്നിട്ട് പിന്നീട് ആ വസൂരി വന്ന എന്ന പോലെ ഖുത്ബയിലാണ് ഒരു സംശയം. ഖുത്ബ പ്രസംഗല്ലേ? പ്രസംഗം എല്ലാവർക്കും തിരിയണ്ടേ? തിരാശ ഭാഷയിൽ പ്രസംഗിച്ചിടുന്ന കാര്യമാണ്. ഇതാണ് ഇത് പറയുന്നവർ എങ്ങനെ ഷാഫി മദ്ഹബ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മ തൊട്ട് നമ്മുടെ ചെറിയ കിതാബ് ഫത്ഹുൽ മുഈൻ വരെ, ഫത്ഹുൽ മുഈനും ഷാഫി ഇമാമായിട്ട് ബന്ധമുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അതെല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ല. ഒറ്റ ഉദാഹരണം ഫത്ഹുൽ മുഈന്റെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ 4 ഗ്രന്ഥങ്ങളെ ഇമാമുൽ ഹറമൈനി ചുരുക്കിയെടുത്ത് ശേഷം അതിനെ മഹാനായ വസാലി ഇമാം 4 പ്രാവശ്യമായി ചുരുക്കി അതിൽ 3ാമത് ചുരുക്കിയ ഒരു ഗ്രന്ഥമാണ് വജീസ്. ആ വജീസ് എന്ന് പറയുന്നതിന് ഒരു ശർഹ എഴുതി ഇമാം റാഫി തങ്ങൾ, അസ്സറഹുൽ കബീർ ബിശർഹിൽ വജീസ് എന്നാണ്. ആ ശർഹുൽ കബീർ അതിന് പേരും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, അൽ അസീസ് എന്നാണ്. അസീസ് എന്ന പേരിൽ കൊടുത്തിട്ടുള്ള വലിയ ശർഹ് ഒരുപാടുണ്ടത്. അതിനെ ചുരുക്കിയെടുത്ത ഒരാളാണ് മഹാനായ അബ്ദുൽ ഗഫാരിൽ ഖസ്വീനി. അബ്ദുൽ ഗഫാരിൽ ഖസ്വീനി അസ്സറഹുൽ കബീറിനെ ചുരുക്കിയെടുത്തപ്പോൾ അതിന് മൂപ്പര് കൊടുത്ത പേര് അൽ ഹാബി സഗീർ എന്നാണ്. അൽ ഹാബിൽ കബീർ എന്ന വലിയൊരു ഗ്രന്ഥം വേറെ ഉണ്ട്. അത് ഇമാം മാവർദിയുടെ ഗ്രന്ഥമാണ്. ഇത് അബ്ദുൽ ഗഫാരിൽ ഖസ്വീനി അസ്സറഹുൽ കബീറിനെ ചുരുക്കിയെടുത്തു, അതിന് ആ പേര് കൊടുത്ത് അൽ ഹാബിസ് സഗീർ എന്നാണ്. ആ ഹാബിൽ സഗീറിനെ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖ്രി ചുരുക്കിയെടുത്തു. ആ ചുരുക്കിയെടുത്തിന്റെ പേര് അൽ ഇർസാദ് എന്നാണ്. ആ ഇർസാദിന് ഇബ്നു ഹജർ തങ്ങൾ, മഖ്ദൂം തങ്ങളെ ഉസ്താദായ ഇബ്നു ഹജർ തങ്ങൾ 2 വ്യാഖ്യാനം എഴുതി. ഒന്ന് അൽ ഇംദാദ് ബി ശർഹിൽ ഇർസാദ്, 2 ഫത്ഹുൽ ജവാദ് ബി ശർഹിൽ ഇർസാദ്. ഇംദാദ് എന്ന് പറയുന്നത് വലിയ ഗ്രന്ഥ, അതിന്റെ നേരെ താഴെയുള്ള ചെറിയ ശർഹാണ് ഫത്ഹുൽ ജവാദ്. ഈ ഫത്ഹുൽ ജവാദിൽ നിന്നും സ്വന്തം ഉസ്താദായ ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ജവാദിൽ നിന്നും, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മിൻഹാജ്, ഇമാം നബവിയുടെ മിൻഹാജ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി ചുരുക്കിയെടുത്തു. ആ ചുരുക്കിയെടുത്തതിന് പേര് അൽ മൻഹജ് എന്നാണ്, മൻഹജു തുല്ലാബ്. ആ മൻഹജിനെ ബഹുമാനപ്പെട്ടവർ തന്നെ ഒരു വ്യാഖ്യാനം എഴുതി, ചുരുക്കിയെടുത്തിട്ട് മൂപ്പരെന്നെ അതിന് ശർഹ എഴുതി. അതിന്റെ പേര് ഫത്ഹുൽ വഹാബ് എന്നാണ്. അൽ ഫത്ഹുൽ വഹാബ് ബി ശർഹി മൻഹജി തുല്ലാബ്. അത് ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദാണ്, ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി. അപ്പൊ മഖ്ദൂം തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ്. അപ്പൊ മഖ്ദൂം തങ്ങളെ ഫത്ഹുൽ മുഈൻ എവിടുന്ന് അടുത്തത്? ഈ 2 കിതാബ് എന്നാ. നേരെ ഉസ്താദായ ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ജവാദിൽ നിന്നും ഉസ്താദിന്റെ ഉസ്താദ് വലിയ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരിയുടെ ഫത്ഹുൽ വഹാബ് ബി മൻഹജി തുല്ലാബ്, ആ ഗ്രന്ഥത്തിന് 2 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈൻ ചുരുക്കിയെടുത്തത്. അപ്പൊ ഷാഫി ഇമാമായിട്ടുള്ള ബന്ധം കണ്ടില്ലേ? ഏത് കിതാബുകൾ നോക്കുന്ന കണ്ടില്ലേ? ഏത് കിതാബ് റളിയല്ലാഹു അൻഹുവിനെ 4-1 കിതാബുമായി തട്ടിയിട്ടല്ലാതെ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ നേതൃത്വം.
ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ അതല്ല ഇവിടെ വിഷയം വെച്ച തന്നെ ഇമാം ഷാഫിയാണ്. ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വാക്കിന്റെ ഉള്ളിൽ ഷാഫി മദ്ഹബ് ഒന്നാകെ കടന്നു. കാരണം ആ മദ്ഹബിൽ രചിക്കപ്പെട്ട ഏത് കൃതിയും ഏത് ഗ്രന്ഥവുമോ ബന്ധപ്പെടാത്ത വല്ല മസ്അലകളും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാ പുറത്തു പോവുക? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ച നേരത്തെ തയ്യാറാക്കിയ ക്രോഡീകരിച്ചു വെച്ച അടിസ്ഥാന പ്രമങ്ങളായ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന നിദാനശാസ്ത്രം അതിന് വിധേയമല്ലാതെ പോയാൽ അത് ഷാഫി മദ്ഹബ് എന്ന് പുറത്താണ്. അതിന് സാങ്കേതികമായി ഷാഫി മദ്ഹബ് കൊടുക്കുന്ന പേര് ഷാദ് എന്നാണ്. പുറത്തുപോയത്, മദ്ഹബിൽ നിന്ന് പുറത്തുപോയത്, ഷാദായ വജ്ഹ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഫത്ഹുൽ മുഈൻ വളരെ താഴെയാണ്, വളരെ പിൽക്കാലത്ത് എഴുതിയ ആളാണ്. പക്ഷേ ആദ്യത്തിലുള്ള ഷാഫി ഇമാമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉമ്മ മുതൽ ഫത്ഹുൽ മുഈൻ വരെ, ഇനി അതിന്റെ താഴെ പോയാൽ അതിലും ഖുത്ബ പറയുന്നിടത്ത് മുഴുവൻ പറഞ്ഞു വെച്ച ഒരു നിബന്ധനയാണ്, ഒരു ഷർത്താണ്, വകൗനുഹാ ബിൽ അറബിയ്യ. ഖുത്ബ അറബി ഭാഷയിൽ ആയിരിക്കണം, ഇതാണ്. എന്നാൽ കിതാബുൽ ഉമ്മ്, നേരത്തെ നമ്മൾ പറഞ്ഞ അൽ ഉമ്മ്, ആ അൽ ഉമ്മ എടുത്ത് വഹാബി പറയും, അൽ ഉമ്മിലല്ലേ ഇമാം ഷാഫി തങ്ങൾ നേരെ പറയുന്നു എന്ത്? ഖുത്ബയെ പറ്റി പറഞ്ഞു, അത് ഇന്നമാ കാനത്തിൽ ഖുത്ബത്തു തദ്കീറൻ, ഖുത്ബ എന്നത് ഒരു ഉത്ബോധനമാകുന്നു. അപ്പൊ നല്ലൊരു ഉത്ബോധന പ്രസംഗമാണ് ഖുത്ബയുടെ ആകത്തുക. ഇത് അൽ ഉമ്മ എഴുതിയ ഇമാം ഷാഫിനോട് ചോദിച്ചല്ല ഈ അർത്ഥം പറഞ്ഞത്. ഷാഫി ഇമാമിന്റെ വിശാലമായ അനുയായി വൃത്തത്തിൽ ആരെങ്കിലും ഒരാളോട് ചോദിച്ചിട്ടുമല്ല. കാരണം അങ്ങനെ ഒരു അർത്ഥം ആരും കൊടുത്തിട്ടില്ല. പിന്നെയോ ദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു എന്നാണ്, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു എന്നാണ്. അപ്പൊ ഉയന്നമാ കാനത്തിൽ ഖുത്ബത്തു തദ്കീറൻ, നിശ്ചയം ഖുത്ബ എന്ന് പറഞ്ഞത് ഒരു തദ്കീറാണ്, ഓർമ്മപ്പെടുത്തൽ, ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് തുഹ്ഫ നോക്കിയാൽ വ്യക്തമാവും. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഖുത്ബയുടെ 5 റുക്നുകൾ, ഫർളുകൾ. 1 അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഹംദ് ചെയ്യാം. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ, അല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, സ്വലാത്ത് വേണം. 3 തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്, ഇത്തഖുല്ലാഹ് എന്നോ ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് എന്നോ, അല്ലെങ്കിൽ ആ അർത്ഥം വരുന്നതോ ആ പദം തന്നെ ഇക്കൊള്ളുന്നില്ല, ഈ ആശയം വരണം. ഇത് 3. 4-മത്തെ ഒരു ഫർള് 2-ാൽ ഖുത്ബ, 1-ാം ഖുത്ബ തന്നെ ഇക്കൊള്ളില്ല, ഒരു പരിപൂർണമായ ആയത്ത് ഓതണം. 5-മത്തെ ഫർള് 2-ാം ഖുത്ബയിൽ അവസാനം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ വേണം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഉദാഹരണം. അപ്പൊ 2 ഖുത്ബയിലും ഉള്ളത് 3 റുക്ന: ഹംദ്, സ്വലാത്ത്, തഖ്വ കൊണ്ടുള്ള കൽപ്പന. ഈ ഹംദും സ്വലാത്തും എന്താ? അത് ഏത് നല്ല കാര്യത്തിന്റെ ആമുഖത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ആ നിലക്കാണ് ഹംദും സ്വലാത്തും. മുഖ്യമായ വിഷയം തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. അത് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിക്കുമ്പോ തഖ്വ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക എപ്പോഴും. അതാണ് ഷാഫി ഇമാം പറഞ്ഞു, ഇന്നമാ കാനത്തിൽ ഖുത്ബത്തു തദ്കീറൻ. എല്ലാ വെള്ളിയാഴ്ചയും പറയും ഇത്തഖുല്ലാഹ്, അല്ലെങ്കിൽ അത്തീഉല്ലാഹ്, അല്ലെങ്കിൽ ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. എന്താ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? അതാണ് മനുഷ്യന്റെ ആകത്തുക. ലഫ്ദ്, ഒറ്റ ലഫ്ദ്, ചെറിയ പദമുള്ളെങ്കിലും തഖ്വന്റെ അർത്ഥം ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുക്കുകയും വിരോധിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതാ തഖ്വ.
മുത്തഖിയാകണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ സമ്പൂർണമായി നിങ്ങൾ കടക്കണം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ അർത്ഥമാണത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കഫ്ഫ, ഇസ്ലാമിൽ സമ്പൂർണമായി നിങ്ങൾ പ്രവേശിക്കണം. അത് ഖുർആൻ പറഞ്ഞ അത് തന്നെയാണ് ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അത്തീഉല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇത് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞല്ലേ, ഈ വെള്ളിയാഴ്ച പറയണ്ട, അത് വെച്ചൂടാ, അത് എപ്പോഴും പറയേണ്ടതാണ് എന്നല്ലാതെ ഇവിടെ ഒരു പ്രസംഗം എന്ന വിഷയമില്ല. അതുകൊണ്ടാണ് മുജാഹിദും സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം സമ്മതിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഇവിടെ. അതെന്താ? ഖുത്ബയുടെ ഫർള് മാത്രം എടുത്ത് ഒരാൾ ഖുത്ബ ഓതിയാൽ ആ ഖുത്ബ സഹീഹാണോ അല്ലയോ? ആ ഖുത്ബ സഹീഹാണ് എന്ന് അവരും പറയുന്നു. അപ്പൊ ഉദാഹരണം, ഒരു ഖത്തീബ് മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് ഒരായത്ത് ഓതി, എന്നിട്ട് അവിടെ ഇരുന്നു. രണ്ടാമത് എഴുന്നേറ്റുന്നു, അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഇത്തഖുല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നും പറഞ്ഞ് അയാൾ താഴെയിറങ്ങി. എന്നിട്ട് ജുമുഅ നിസ്കരിച്ചു. ഈ ജുമുഅ നിസ്കാരം സഹീഹോ അല്ലയോ എന്ന് ചോദിക്കും മുജാഹിദിനോട്. അല്ല, അത് സഹീ അല്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മദ്ഹബിലും, ഷാഫി മദ്ഹബ് ഞാൻ പറയില്ല, ഒറ്റ മദ്ഹബിലും ഒരു ഉദ്ധരനെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ സഹീഹാണെന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഫൈന പ്രസംഗം എവിടെയാണ്? പ്രസംഗം ആരാ പ്രസംഗിക്കാൻ പറഞ്ഞത്? പ്രസംഗിക്കാൻ വേറെ സമയമുണ്ടല്ലോ. ഖുത്ബ എന്ന് പറയുന്ന പ്രസംഗമല്ല. കേവലം പ്രസംഗമാണെങ്കിൽ ഹംദ് വേണ്ട, സലാത്ത് വേണ്ട, പ്രസംഗം മാത്രം പോരെ. പിന്നെ അവസാനം ദുആ വേണോ? ഒന്നും വേണ്ടല്ലോ, വെറും പ്രസംഗം മാത്രം മതി. ചിലപ്പോ ഇവരതും ചെയ്യും. അവരെ സംശയത്തോളം പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്നു, ഖുത്ബനെ സംബന്ധിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും ഖുത്ബ അറബിയാണ്. ഇമാം നബവിയുടെ വാക്കാണ് ഞാൻ പറയുന്നത്. ഇമാം നബവിയുടെ കിതാബുൽ മജ്മൂ, അൽ മജ്മൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അബൂ ഇസ്ഹാഖ് ഷിറാസ് എഴുതിയ മുഹദ്ദബിന്റെ ഷർഹാണ്, വ്യാഖ്യാനമാണ്. മുഹദ്ദബ് ഒരു വലിയ ഗ്രന്ഥമാണ്, അതിന്റെ വ്യാഖ്യാനമാണ് ഷർഹുൽ മുഹദ്ദബ്. പക്ഷേ അതിന് അൽ മജ്മൂ എന്ന് പേരെടുക്കാൻ കാരണം മഹാനവർ പറഞ്ഞു, ഞാൻ ആ പേര് വെറുതെ കൊടുത്തല്ല, എല്ലാം ഇതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഒരുമിച്ച് കൂട്ടിയ കിതാബാ. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് മഹാനവറുകൾ വഫാത്തായി പോയി. 44 വയസ്സേ ഇമാം നബവി തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. 44 വയസ്സ് കഴിഞ്ഞ് 45-ാം വയസ്സിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ മുഹദ്ദബിന്റെ ഷർഹ് എഴുതി പൂർത്തിയായില്ല. ഇബ്നു കസീർ അദ്ദേഹത്തിന് അൽ ബിദായത്ത് വന്നിയയിൽ പറഞ്ഞു കാണും, ഇമാം നബവി എഴുതിയ ആ മുഹദ്ദബെങ്ങാനും പൂർത്തിയായിരുന്നെങ്കിൽ ഈ ആകാശത്തിന്റെ ചുവടെ അതിന് കടപിടിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത്രയും സമ്പൂർണമാണ് മുഹദ്ദബ്, ഷർഹുൽ മുഹദ്ദബ്. അതിന് കൊടുത്ത പേര് അൽ മജ്മൂ. അതിൽ പറയുന്നു, ഹൽ യുസ്തറത്തു കൗനുൽ ഖുത്ബത്തി അറബിയ്യത്തൻ, ഖുത്ബ അറബിയാകൽ നിബന്ധനയുണ്ടോ? ഫീഹി തരീഖാനി, അത് സംബന്ധമായി 2 വഴികൾ നമുക്കിവിടെ പറയാൻ പറ്റും. അസഹുമ, ആ 2 വഴിയിൽ നിന്ന് ഒന്ന്, വബിഹി ഖതഅൽ ജുംഹൂറു, മഹാഭൂരിപക്ഷം തറപ്പിച്ച് പറയുന്നത് അത് തന്നെയാണ്. അതെന്താ? നഅം, അറബിയാകൽ ഷർത്ത് തന്നെ. ലിഅന്നഹു ദിക്റും മഫ്റൂദുൻ, അതൊരു ഫർളാക്കപ്പെട്ടൊരു ദിക്റാണ്, നിർബന്ധമായൊരു ദിക്റാണ്. ഏതുപോലെ? കത്തശഹുദി, അത്തഹിയ്യാത്ത് പോലെ. നിസ്കാരത്തിന് റുക്നല്ലേ അത്തഹിയ്യാത്ത്? വേറൊരു ഫർളല്ലേ തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. അല്ലാഹു ഏറ്റവും മഹാൻ എന്ന് പറഞ്ഞ് തക്ബീർ കിട്ടിയാൽ നിസ്കാരം ചെയ്യാവൂല. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന് തുടങ്ങുന്ന അത്തഹിയ്യാത്ത് പൂർണ്ണമായോ അല്ലെങ്കിൽ ഫർളിന് ആവശ്യമായ ഖദർ അത്ര മാത്രമോ ചൊല്ലിയാൽ നിസ്കാരം ചെയ്യാവൂ. പക്ഷെ അത് മലയാളത്തിൽ പറഞ്ഞാലോ, അത്തഹിയ്യാത്ത് മലയാളത്തിൽ പറഞ്ഞാലോ
നിസ്കാരം ശരിയാവില്ല. അപ്പൊ നിസ്കാരം ഫർളായ നിസ്കാരം സഹിയാകണമെങ്കിൽ അതിന് കുറെ ഫർളുകളുണ്ട്. ആ ഫർളുകളിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് അറബിയാകൽ ഷർത്താ. എന്നപോലെ ജുമുഅ ഖുത്ബ സഹിയാകണമെങ്കിൽ അതിന് കുറെ ഫർളുകളുണ്ട്. ആ ഫർളിൽപ്പെട്ട ഒരു ഫർളാണ് ഖുത്ബ അറബിയാകണം. മാത്രമല്ല, ഇത് അവർ വെറുതെ പറഞ്ഞതല്ല. പിന്നെയോ, ഒന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇജ്മാ, ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മാത്രമല്ല, എല്ലാവരും കഴിഞ്ഞുപോയ ആലിമീങ്ങളിൽ മുജ്തഹിദുകൾ മാത്രമല്ല, അല്ലാത്തവരും ഒക്കെ കാലങ്ങൾ നൂറ്റാണ്ടുകൾ ഒത്തൊരുമിച്ച് പോകുന്നൊരു സംഗതിയാണ് ഖുത്ബ അറബിയിലാകുക എന്നുള്ളത്. മാതൃഭാഷയിൽ ഖുത്ബ ആദ്യമായി നിർവഹിച്ച ഒരു പക്ഷേ കേരളത്തിലാവും. മട്ടാഞ്ചേരിയിലെ അക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയൊരു പള്ളിയിൽ മലയാളത്തിൽ ഖുത്ബ ഓതാൻ വേണ്ടി കേരളത്തിൽ ഒരാളെയും കിട്ടാത്തതുകൊണ്ട് ആളെ കൊണ്ടുവന്ന് ഇവിടുന്ന ബാംഗ്ലൂരിൽ നിന്ന ആളെ കൊണ്ടുവരാനുള്ള ചെലവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ചെലവൊക്കെ ആക്കിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാളെ കൊണ്ടെന്നാണ് കേരളത്തിലെ കൊച്ചി മട്ടാഞ്ചേരിയിൽ ഖുത്ബ നടത്തിയതെന്ന് പറയുമ്പോ കേരളത്തിൽ ഒരാളെയാണ് കിട്ടിയില്ല എന്നതിനർത്ഥം. ഇതേപോലെ തുർക്കി ഭരിച്ച അതാതുർക്ക് എന്ന് നമ്മൾ പറയുന്നില്ലേ, തുർക്കിയുടെ പിതാവ് ആരാ? തുർക്കി ഭരിച്ച, സ്വന്തം ദീനെ ഇലാഹി വേറെ ഉണ്ടാക്കി അള്ളാഹുവിനെ ദീനല്ലാത്ത അദ്ദേഹമാണ് തുർക്കി ഭാഷയിൽ ഖുത്ബ തുർക്കിയിൽ നടപ്പാക്കിയത്. അയാൾ മരിച്ചത് 1933. അപ്പൊ അതുവരെയുള്ള കാലം എവിടെയും അനറബി ഭാഷയിൽ എവിടെയും ഖുത്ബ നിർവഹിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മളെ മദ്ഹബിന്റെ പുറത്തുള്ള മറ്റൊരു മദ്ഹബല്ലേ ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിലെ ഒരു സുപ്രധാന ഗ്രന്ഥമാണ് അൽ മുസഫ. ബഹുമാനപ്പെട്ട ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ അൽ മുസഫ. അത് ഫാരിസി ഭാഷയിലുള്ള ഗ്രന്ഥമാണ്. അതിനെ അറബീകരിച്ച് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ശാലിയാത്തി ആ ഭാഗം അറബീകരിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് വഅമ്മാ കൗനുഹാ ബിൽ അറബിയ, ഖുത്ബ അറബിയിലാകണമെന്ന് പറയുന്നത് ഫമിൻ ജിഹത്തി ഇസ്തിംറാരി അമലിൽ മുസ്ലിമീന ശർഖൻ വഗർബൻ അലൈഹാ, ലോക മുസ്ലിമീങ്ങൾ കിഴക്കും പടിഞ്ഞാറും, എല്ലാ ലോകവും കിഴക്കും പടിഞ്ഞാറും തന്നെയല്ലേ, അവരുടെ അമൽ ഇതിന്മേൽ തന്നെ നിലകൃതിയായി പോന്നു എന്ന അടിസ്ഥാനത്തിലാണ് മുസ്ലിമീങ്ങൾ അതല്ലാത്ത മറ്റൊരു വഴി സ്വീകരിച്ചിട്ടില്ല. ഈ അടിസ്ഥാനത്തിലാണ് ഖുത്ബ അറബിയാകണം എന്ന് നമ്മൾ പറയുന്നത്. അൽ മുസഫയുടെ 154 പേജ് 1-ാമത്തെ വല്യം. ഇതിപ്പോ ഷാഫി മദ്ഹബിന് പുറത്തുള്ളതാ. യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബ് പ്രകാരം ഖുത്ബ എന്നത് ഒരു ദിക്റാണ്. ഒറ്റ ദിക്റില്ലേ മതി. ഫലൗ കബ്ബറ, അല്ലാഹു അക്ബർ പറഞ്ഞു, ഖത്തീബ് ഉമർ മഗരി അല്ലാഹു അക്ബർ പറഞ്ഞു, എന്നിട്ട് ഇരുന്നു. രണ്ടാമത് എഴുന്നേറ്റു, പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, എന്നിട്ട് ഇറങ്ങി നിസ്കരിച്ചു. എന്നാലും ഹനഫി മദ്ഹബ് പ്രകാരം ഖുത്ബ മതിയാവും, സഹിയാവും. കാരണം ഇമാം അബൂ ഹനീഫ തങ്ങളെ പറയുന്ന ഒരു ദിക്റാണ്. ഖുർആനിലും ഹദീസിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആനിൽ ആ പറഞ്ഞ ഈ ആയത്ത് ഖുത്ബനെ കുറിച്ചാണെന്ന് മുഫസ്സിരീകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഖുത്ബയെ കുറിച്ച് ഖുർആൻ എന്നാണ് അവിടെ പറഞ്ഞത്. ബുഖാരിയുടെ ഹദീസിൽ ഖുത്ബനെ കുറിച്ച് ദിക്ർ എന്ന് പറഞ്ഞു കാണാം. ജുമുഅ ദിവസം ജുമുഅ വരെയുള്ള സമയം രാവിലെ തൊട്ട് 6 ഓഹരി വെച്ചാൽ നന്ന രാവിലെ വരുന്നവന് ഇന്ന കൂലി, രണ്ടാമത് വരുന്നവർക്ക് ഇന്ന കൂലി, ഇങ്ങനെ കൂലി ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് 6-ാം സായത്തും കഴിഞ്ഞ് വളരെ വൈകി ഒരാൾ ജുമുഅക്ക് വന്നാൽ മലായിക്കത്തിന്റെ ഏടിൽ അവരുണ്ടാവൂല. കാരണം ലിഅന്നഹും തവൗ സുഹ്ഫഹും, മലായിക്കത്ത് അവരെ ഏടൊക്കെ ചുരുട്ടി വെച്ചു.
എന്തിനു വേണ്ടി? യസ്തമിഊന ദിക്റ, അവര് ദിക്ർ ശ്രദ്ധിക്കണം. ഖുത്ബനെ പറ്റിയാണ് ദിക്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു ഒരു ദിക്റാണ്, അത് അയ്യ ദിക്റിൻ കാന, ഏത് ദിക്റായാലും മതി. ഇതേ അവരുടെ അടുത്തുള്ളൂ. നമ്മൾ പറഞ്ഞ തെക്കുകൊണ്ടുള്ള വസിയ്യത്ത് നിർബന്ധമല്ല. എന്നാലും അനറബി ഭാഷയിൽ ഖുത്ബ ആയിക്കൂടാ എന്നാണ് ഹനഫി മദ്ഹബും പറയുന്നത്. എന്നല്ല എല്ലാ മദ്ഹബും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു അപ്പൊ ഇജ്മാ ആണ്. ഷാഫി ഇമാം പറഞ്ഞു അത് ഖുർആനോട് സ്ഥിരപ്പെട്ടതാണ്. എന്താ ഖുർആനിൽ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്മാഇന് തെളിവായി ഖുർആനിൽ കണ്ടെത്തിയ ആയത്ത് സൂറത്ത് നിസായിലെ ആയത്താണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. റാസി ഇമാം പറയുന്നു, ഷാഫി ഇമാം ഖുർആൻ 300 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരതി ഏറ്റവും ഇജ്മാഇ തെളിവാണെന്നതിന് സുശക്തമായ തെളിവായി ഈ ആയത്ത് കണ്ടെത്തിയിരിക്കുന്നു. എന്താ ആയത്തിൽ പറയുന്നത്? ആരെങ്കിലും റസൂലിന് എതിരായി സന്മാർഗം വെളിവായതിനു ശേഷം അവൻ പിമ്പറ്റും ചെയ്തു വൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സരണിയല്ലാത്ത ഒരു പുതിയ വഴിയോട് പിമ്പറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ ഏറ്റെടുത്തതിന്റെ ഉത്തരവാദിത്വം അവനെ തന്നെ നമ്മൾ ഏൽപ്പിക്കും. ഓ നുസ്ലിഹി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിലേക്ക് നാം അവനെ ചേർക്കും. വസാഅത്ത് മസീറ, എത്ര മോശകരമായ പാർപ്പിടമാണത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അപ്പൊ മുഅ്മിനീങ്ങൾ സ്വീകരിച്ചു പോകുന്ന വഴിയല്ലാത്ത വഴിയോട് പിമ്പറ്റുക എന്നത് അറബി ഭാഷയിൽ നിർവഹിക്കുന്ന ഖുത്ബ, അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്ന ഖുത്ബയിലുണ്ട്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബ് പോകട്ടെ വേറെ ഏതെങ്കിലും മദ്ഹബിൽ നിന്ന് ഒരു ഉദ്ധരണി ഖുത്ബ അറബി ആകണമെന്ന് ഷർത്തില്ല, അല്ലെങ്കിൽ ഖുത്ബ തിരിയുന്ന ഭാഷയിലാകണം എന്നൊന്നും പറയാൻ കഴിയില്ല. ഖുത്ബ അറബിയിലാകാൻ ഷർത്തില്ല, സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു അഭിപ്രായത്തെ കുറിച്ച് തന്നെ പണ്ട് ലോകത്തെ അഭിപ്രായ വ്യത്യാസം, അങ്ങനെ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല എന്നാ ഭൂരിപക്ഷം പറയുന്നത്. ചെറിയൊരു ന്യൂനപക്ഷം പറയുന്നു അറബിയിലാകാൻ ഷർത്തില്ല എന്നാ പറയുന്നത്. പിന്നെയോ അറബിയാകൽ സുന്നത്താണ്, അപ്പോഴും സുന്നത്താന്നാ പറയുന്നത്. തിരിയണ ഭാഷയിലാകണം എന്നല്ല. തിരിയുന്ന ഭാഷ അതാ പണ്ട് കെ ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു മക്കദ മഹാനവള് പറഞ്ഞു, ഏതാ തിരിയണ ഭാഷ തിരിയാത്ത ഭാഷ, അങ്ങനത്തെ ഭാഷ ഉണ്ടോ? പഠിച്ച ഭാഷയൊക്കെ തിരിയും, പഠിക്കാത്ത തിരിയില്ല. മലയാളം അതും തിരിയാത്ത ഭാഷയല്ലേ? ഇപ്പൊ ഇവിടെ വന്ന കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന മലയാളം അവർക്ക് തിരിയോ? അപ്പൊ തിരിയുന്ന ഭാഷ തിരിയാത്ത ഭാഷ അങ്ങനത്തെ ഭാഷയല്ല. പഠിച്ചവർക്ക് എല്ലാ ഭാഷയും തിരിയും, പഠിക്കാത്തവർക്ക് ഒരു ഭാഷയും തിരിയില്ല. ഖുത്ബ തിരിയുന്ന ഭാഷയിലാകണം. ഇതാര് പറഞ്ഞ? ഇതിന് വല്ല ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഒന്നുമില്ല. എന്നാ ഖുത്ബ അറബിയിലാകണം എന്നതിന് ആയത്താണ്, വ്യക്തമായ ആയത്താണ് ഈ പറഞ്ഞ ആയത്ത്. മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു പോരാത്ത എത്ര വർഷം, നൂറ്റാണ്ടുകൾ, 1300-കൾക്ക് ശേഷമാണ് ലോകത്ത് ആദ്യമായി അനറബി ഭാഷയിലുള്ള ഖുത്ബ നിർവഹിക്കപ്പെട്ടത്. കമാൽ പാസ, മുസ്തഫ കമാൽ പാഷയാണ് അത്താതുർക്ക്, തുർക്കിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയാൾ ദീനയിലായി ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറിച്ചു. ആ കൂട്ടത്തിൽ മറിച്ചതാണ് ഖുത്ബന്റെ അറബിയത്ത്. അതുകൊണ്ടല്ലേ ലോക പര്യടനം നടത്തി ഒരു അവലോകനം എഴുതി നമ്മളെ ഇന്ത്യന്റെ പ്രസിഡന്റായിരുന്ന നെഹ്റു, ആ നെഹ്റു എഴുതിയ ഒരു ലോകാവലോകനം എന്ന പുസ്തകം മലയാളത്തിൽ വാങ്ങാൻ കിട്ടും. ലോകാവലോകനം. അതിൽ അദ്ദേഹം തുർക്കി സന്ദർശിച്ചുണ്ടായ സംഗതി പറഞ്ഞ കൂട്ടത്തിൽ തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിധം ഖുത്ബ, വെള്ളിയാഴ്ചത്തെ ഖുത്ബ തുർക്കി ഭാഷയിലാക്കി. അത് ജനങ്ങളെല്ലാം അതിനോട് വളരെ നിസ്സഹകരിച്ചു. ഇത് റഷീദുൽ റിളയുടെ തഫ്സീറുൽ മനാർ, വഹാബികളെ ഏറ്റെടുക്കണത് എന്താ? തഫ്സീറുൽ മനാർ
അൽമനാർ എന്ന തഫ്സീറിന്റെ 9-ാം വാല്യം 313-ാമത്തെ പേജിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. അപ്പൊ ഖുതുബ അനറബിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഞങ്ങളാ ഷാഫി മദ്ഹബ് എന്ന് പറയാ. ഷാഫി ഇമാമിന്റെ പോകട്ടെ, ഷാഫി ഇമാമിന്റെ അസ്ഹാബിൽ നിന്നും പോകട്ടെ, അതിന്റെ താഴേക്കിടയിലുള്ള ഫത്ഹുൽ മുഈൻ എഴുതിയ മഖ്ദൂമങ്ങൾ വരെയോ, അതിന്റെ ഇപ്പുറം ചെറിയ കിതാബ് നൂറുൽ അബ്സാർ അത് പറയാൻ കഴിയ? അല്ലെങ്കിൽ ഏത് കിതാബ് എന്നാ പറയാൻ കഴിയ? എന്നിട്ട് എന്താ പറയണത്? ഈ സുന്നികൾ, ഈ സമസ്തക്കാർ ഷാഫി മദ്ഹബ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും അവരുള്ള തർക്കം കുറെ തീർന്നിരുന്നു. ഇതാണ് അതിന്റെ കഥ. ഇനി മറ്റൊന്ന്, രണ്ടു വിഷയം കൂടി ഞാൻ തൊട്ട് പറഞ്ഞ് നിർത്തുകയാണ്. മറ്റൊന്ന്, പെണ്ണുങ്ങളെ ജുമായക്കും ജമായത്തിനും കൊണ്ടുപോകണം. ഇത് ഷാഫി മദ്ഹബ് എന്നാ പേര് പറഞ്ഞത്. ഷാഫി മദ്ഹബ് നമ്മളെ സ്വീകരിക്കാത്തത്. നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മളും ഇവരും തമ്മിലുള്ള തർക്കം തീർന്നിരുന്നു. ഇന്ന് എന്താ സംബന്ധമായി ഷാഫി ഇമാം പറഞ്ഞ്? ഒരുപാടുണ്ട്, അതെല്ലാം കൂടി പറയുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നേരെ പറഞ്ഞ ഒരു ഉദ്ധരണി, ഇഖ്തിലാഫുൽ ഹദീസിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ നീണ്ട ഉദ്ധരണിയാണ്. അതിന്റെ കുറച്ചു ഭാഗം ഞാൻ വായിക്കാം. കണ്ട, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ഇമാം ഷാഫി ഇമാം പറയാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇംറഅത്തൻ, അതിന് ഒറ്റ പെണ്ണിനെയും നമ്മൾ അറിയുന്നില്ല. ഖറജത്ത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, ജുമുഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടതായി. ഫീ മസ്ജിദിൻ, ഒറ്റ പള്ളിയിലും. വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് നബി തങ്ങളുമായി അടുത്തു വെക്കുന്നു എന്ന കാരണം കൊണ്ട് ഔലാ ബി അദാഇൽ ഫറായിദ്, അവർക്ക് നിർബന്ധമായ കാര്യമാണെങ്കിൽ അവരല്ലേ വീട്ടിൽ കൊണ്ട് ഏറ്റവും കടമപ്പെട്ടവർ. അപ്പൊ ഫൈൻകീല ഒരു ചോദ്യം, ഫൈന്നഹുന്ന ഖദ് ഉരിബ അലൈഹിന്നൽ ഹിജാബു, പർദ നിയമം വന്നു, അപ്പൊ പിന്നെ അവർ പോയില്ല. ഇത് പറയുകയാണെങ്കിൽ കീല, അതിന് മറുപടി വഖദ് കുന്ന ലാ ഹിജാബ അലൈഹിന്ന, ഹിജാബ് ഇല്ലാത്തൊരു കാലം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. എന്നാ അന്ന് പോയോ? അന്നും പോയിട്ടില്ലല്ലോ. സുമ്മ ഉരിബ അലൈഹിന്നൽ ഹിജാബു, പിന്നല്ലേ പർദ നിയമം വന്നത്. അപ്പൊ ഫലം യർഫ അൻഹുന്ന മിനൽ ഫറായിലി ഷൈഅൻ, അവർക്ക് നിർബന്ധമായൊരു സംഗതിയാണെങ്കിൽ ഈ പർദ നിയമം വന്ന കാരണം കൊണ്ട് ഒരു ഫർളും അവരെ തൊട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു കാരണവശാലും അവർക്കത് ഫർളല്ലാന്ന് മനസ്സിലായി. എന്നിട്ട് തുറന്നു പറയുന്നു, അതാണ് ഇബ്നു തൈമിയ്യ അയാളെ ഫത്താവ 4-ാം ജുസു 456-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഹിജാബിന്റെ മുമ്പും പോയിരുന്നവർ പെണ്ണുങ്ങളിലെ ഒരു ശിർദിമത്തും കലീലത്ത് കുറഞ്ഞ ആളുകളാണ്, അവരെ പോയിട്ടുള്ളൂ. പർദ നിയമം വന്നപ്പോ അവരും പോക്ക് നിർത്തി, പോകണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാ പിന്നെ ആരെങ്കിലും പോയാൽ അത് വലിയ മഹാ ചോദ്യചിഹ്നമായി കിടന്നു. അതുകൊണ്ടല്ലേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക്ക പോയൊരു സംഭവമുണ്ട്. ആത്തിക്ക അങ്ങനെ പോയപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ, ആത്തിക്കയുടെ മകനല്ല, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വേറെ ഭാര്യയാണ്. ബഹുമാനപ്പെട്ട മകൻ ചോദിച്ചു ഈ ഇളയമാനോട്, നിങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത്? എല്ലാത്തിനും പോകില്ല, പ്രത്യേക ഈ സംസ്കാരത്തിനൊക്കെ പോവാ, രാത്രി നിസ്കാരത്തിന്, പകലാവുമ്പോ ആള് കാണും. അപ്പൊ ആ പോയിന്നതിനെ പറ്റി ചോദിച്ചു. അതൊരു ചോദ്യചിഹ്നമായി കിടന്നു. മാത്രമല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടു, നേരെ ഒന്നും സംസാരിക്കാതെ ഒരൊറ്റ അടി കണ്ടു കൊടുത്തു, പിന്നെ പോയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് പോക്ക് നിർത്തിയത് ബഹുജത്തുൻ നുഫൂസിൽ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുല്ലാഹിൽ ഉന്ദുലൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് കാണാൻ കഴിയും. അപ്പൊ പോയവരെ അടിച്ച് പോക്ക് നിർത്തുക ചെയ്തത്, പോയത് വലിയൊരു ചോദ്യചിഹ്നമായി കിടക്കുകയുമാണ് ചെയ്തത്. എന്നാ അന്ന് പോയത് തന്നെയും ഒരു ഫിത്തനയും ഫസാദുമില്ലാത്ത ആ കാലത്താ. എന്നിട്ട് പോലും മൊത്തം പെണ്ണുങ്ങൾ പോകുന്ന സമ്പ്രദായം നിർത്തപ്പെട്ടത് കൊണ്ട് എല്ലാ ഷർത്തൊത്താലും ഈ പെണ്ണ് പോകുന്നത് തെറ്റായിട്ടാണ് അന്നത്തെ ആളുകൾ കണ്ടത് എന്നല്ല ഇതിന്റെ അർത്ഥം.
അതുകൊണ്ടല്ലേ ബസറയിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുള്ളപ്പോ ഹസനുൽ ബസറി ബസറയിലെ വലിയ ജുമുഅത്ത് പള്ളിയിൽ ഇരിക്കുക. ഒരു പെണ്ണ് പുറത്തു കൂടെ വന്നിട്ട് ചോദിച്ചു, തങ്ങളെ, എൻ്റെ ഭർത്താവ് നാട് വിട്ടുപോയി, ഒരു വീടുണ്ടായിരുന്നില്ല. അയാൾ മടങ്ങി വന്നാൽ ഈ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ ഞാൻ നേർച്ചാക്കിയിരുന്നു. അപ്പൊ അയാൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമ്മതം തരുമോ എന്നാ ചോദിച്ചത്. അപ്പൊ പെണ്ണുങ്ങൾ പോകുന്ന സമ്പ്രദായം എന്നുണ്ടെങ്കിൽ ഫത്വ വഹിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ? പെണ്ണിന് നേരെ സുഖമായി കടന്നു പോയാൽ പോരെ? ബഹുമാനപ്പെട്ട ഫത്വ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു, ലൗ അദ്റകകി ഉമറു ലഔജഅ റസകി. എന്നോട് ചോദിച്ചുകൊണ്ട് തിരക്കടില്ല. നീ അത് ഉമറുൽ ഫാറൂഖിനോടാ ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ലഔജഅ റസകി, തല പിന്നെ ചിലപ്പോ കണ്ടീരാൻ തരും. അത്ര അല്ലെങ്കിൽ ഭയങ്കര സംഗതിയായിട്ടാ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഫത്വ പിന്നെ കൊടുത്തു. അതെന്താ? നീ നിസ്കരിക്കാൻ നേർച്ചയാക്കിയ നേർച്ച വിടാൻ ബസറിയിലെ വലിയ പള്ളിക്ക് വരണ്ട. നിന്റെ വീട്ടിലെ ഗ്രഹപ്പള്ളി, നിങ്ങൾ മാത്രം നിസ്കരിക്കണ പള്ളിയില്ലേ, ആ പള്ളിയിൽ നിസ്കരിച്ചാലും നിന്റെ നേർച്ച വിടും. കാരണം ലോകത്തുള്ള 3 പള്ളികളല്ലാത്ത എല്ലാ പള്ളികളും പള്ളി എന്ന നിലക്ക് ഒരേ കണക്കാണ്. മഹ്ദൂനകൾ ഉണ്ടാക്കിയ പൊന്നാനി വലിയ മഴത്ത് പള്ളിയും നമ്മളിപ്പോ പള്ളി ഉണ്ടാക്കി വഖഫ് ചെയ്ത ആ പള്ളിയും പള്ളി എന്ന നിലക്ക് ഒറ്റ ഗ്രേഡാ. 3 പള്ളി മാത്രമേ കാറ്റഗറി നിൽക്കുന്നുള്ളൂ. 1 മസ്ജിദുൽ ഹറാം, 2 അൽ മസ്ജിദുൽ നബവി, 3 ഖുദ്സിലെ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളി 1, 2, 3 ഈ ക്രമത്തിലാണ് നിൽക്കുന്നു. 1-ാം സ്ഥാനം ആദ്യത്തേതിന്, 2-ാം സ്ഥാനം രണ്ടാമത് പറഞ്ഞതിന്, 3-ാം സ്ഥാനം 3 പറഞ്ഞ്. അതിന്റെ താഴെ ലോകത്തുള്ള കോടാനക്കൂടി പള്ളികൾ എല്ലാം ഒറ്റ പോസ്റ്റിലാണ്. അപ്പൊ വലിയ ജുമുഅത്ത് പള്ളിയിൽ നിസ്കാരം നടത്താൻ നേർച്ചയാക്കിയ നേർച്ച വിടാൻ ഇവിടെ നിസ്കരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഫത്വ കൊടുത്തു. ഇതാണ്. അപ്പോ ഒരു പള്ളിയിലേക്ക് വരുന്നതിൽ ഒരു ശറഫും ഒരു സംഗതി അവർക്കില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ പറയുന്നു, വലം നഅലം അഹദൻ ഔജബ അലൻ നിസാഇ തിയാനൽ ജുമുഅത്തി. പെണ്ണുങ്ങൾ പള്ളിയിൽ വരൽ നിർബന്ധമാക്കിയ ഒരാളെയും നമ്മൾ അറിയുന്നില്ല. അതെല്ലാം പറഞ്ഞു പോന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഇനി പോകട്ടെ സുന്നത്താന്ന് വെച്ചിട്ട്, ഫർളൊന്നുമല്ല ഓൽക്ക് പോകട്ടെ സുന്നത്ത. അങ്ങനെയും പറയാനില്ല. കാരണം സുന്നത്തായ ഒരു കാര്യമാണെങ്കിൽ ആ സുന്നത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. ഏതുപോലെ കമാമറഹുന്ന ബിസ്സദഖത്തി വസൈരി തതവ്വുഅത്തി, സുന്നത്ത് നിസ്കരിക്കാനും സദഖ ചെയ്യാനും ഒക്കെ റസൂൽ കൽപ്പിച്ചിരുന്നില്ലേ? ഇത് ഫർളല്ലല്ലോ. അവർക്ക് വല്ല ഖൈറും വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളൽ, അവർക്ക് ഈ വിഷയത്തിൽ വല്ല ഫളൽ ഉണ്ടായിരുന്നെങ്കിൽ, ചെറിയൊരു ഫളലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലാമറൂഹുന്ന, പോകാൻ വേണ്ടി കൽപ്പിച്ചിരുന്നവർ ആരും കൽപ്പിച്ചിട്ടില്ല. ഇത് നീണ്ടൊരു ഇബാറത്താ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിന്റെ 146, 145, 146 പേജുകളിൽ വിശദമായി പറയുന്നുണ്ട്. ശേഷം അതിന്റെ 147-ാം പേജിൽ ഇത് പറഞ്ഞാ നിർത്തുന്നത്. സുമ്മ ഖാല മാ അലിംതു അഹദൻ മിനൽ മുഫ്തീൻ. ഇനി അതൊക്കെ പോട്ടെ, നബിയും സഹാബത്തൊക്കെ പോട്ടെ, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരിൽ നിന്ന് ഒരാളിൽ നമ്മൾ അറിയുന്നില്ല യുഖാലിഫു ഫീ അൻ ലൈസ അലർ റജുലി അൽ ഇദ്ന ലിംറഅതിഹി ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, ജുമുഅക്കും ജമാഅത്തിനും പോകാൻ ഭാര്യയ്ക്ക് ഒരു പുരുഷൻ സമ്മതം കൊടുക്കുക, ഈ വിഷയം പറ്റില്ല, ഹറാമാണ് എന്ന വിഷയത്തിൽ അതിന് എതിര് പറഞ്ഞതായി ഒരു മുഫ്തിയെയും ഞാൻ അറിയുന്നില്ല. ഇതാ ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിന്റെ മറ്റു കിതാബുകളിൽ പറഞ്ഞു പറയേണ്ടതില്ല. മാത്രമല്ല ഖുർആനും പറഞ്ഞതല്ലേ, വഖർന ഫീ ബുയൂത്തികുന്ന, നിങ്ങൾ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നാ ഖുർആൻ പറഞ്ഞു. വൽ അംറു ബിൽ ഖറാർ നഹിയുൻ അനിൽ ഇന്തിഖാൽ. മുഫസ്സിർ രേഖപ്പെടുത്തുന്നു, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞ അർത്ഥം പുറത്തു പോകാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. ശറഅ് അനുവദിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ യഥേഷ്ടം പെണ്ണ് പുറത്തു പോകേണ്ടവളല്ല. അതല്ലേ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും പെണ്ണുങ്ങളെ ഈ ഇഷ്ടം യഥേഷ്ടമുള്ള രംഗപ്രവേശമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് മറ വേണം, ആവശ്യമില്ലാതെ പുറത്തു പോകാൻ പാടില്ല, പള്ളിയിൽ പോകുന്നൊരു ആവശ്യമായി ശറഅ് അംഗീകരിച്ചിട്ടും ഇല്ല. റസൂലുള്ള പറഞ്ഞു, ഖൈറു മസാജിദി നിസാ ഖൈറു ബിയൂത്തിഹിന്ന, പെണ്ണുങ്ങളെ മസ്ജിദിൽ ഏറ്റവും ഹൈറായ മസ്ജിദ് ഏതാ? ഓലെ വീടിന്റെ അണ്ടർഗ്രൗണ്ട്, ഖൈറു ബിയൂത്തിഹിന്ന എന്ന് പറഞ്ഞു. അപ്പൊ ഹദീസും ആയത്തും ധാരാളം പറയുന്നുണ്ട്. ഞാൻ പറയുന്ന അതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഇത് ഷാഫി മദ്ഹബ് ഇതാണ്. പെണ്ണുങ്ങളെ ജുമാഅക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്നത് ഷാഫി മദ്ഹബല്ല. എന്ന പോലെ തന്നെ നിസ്കാരം കഴിഞ്ഞല്ല പ്രാർത്ഥന, ദുആ, കൂട്ടപ്രാർത്ഥന. ഇത് സംബന്ധമായി ഷാഫി മദ്ഹബ് എന്താ? എല്ലാ കിതാബിലും പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ദുആ ഇറക്കണം എന്നാണ്. ദുആ ഇറക്കാതെ പോകാൻ പാടില്ല. ഫതുഹുൽ മുഈനിലടക്കം പറഞ്ഞു നിസ്കാരം കഴിഞ്ഞാൽ ദിക്റും ദുആവും സുന്നത്താണ്. അത് പറഞ്ഞു വെച്ചിട്ട് ഈ ദിക്റും ദുആനൊക്കെ ഇരിക്കുമ്പോ ഇരുത്തത്തിൽ വല്ല മാറ്റം വേണോ? അത് സംബന്ധമായ ഒരു ചർച്ച വേറെ നടത്തി. ആദ്യം ദിക്റും ദുആവും സുന്നത്താണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചർച്ച, എന്താ ചർച്ച നടത്തിയത്? ആ ദിക്റും ദുആനും ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കേണ്ടത്? മഅ്മൂമ് തുടർന്ന് നിസ്കരിക്കണ ആളാ, ഓൻ ഖിബില തിരിഞ്ഞല്ലേ നിസ്കരിച്ചിരുന്നത്, ആ ഇരുത്തം തന്നെ ഇരിക്കണം, ഖിബില കൊള്ള തിരിഞ്ഞിരിക്കണം. ജമാഅത്തിലല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കണം മുൻഫരിദ്, അവനും നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കണം. ദുആ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തെറ്റിയാൽ മതി. കാരണം ഖിബിലക്കുള്ള ദുആക്കുള്ള ഖിബില നമ്മുടെ കഅബ തന്നെയാണ്. അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞെന്നെ ദുആ ഇരിക്കാം. ഇമാമോ അമ്മല്ലിമാമോ എന്നാ പിന്നെ ഇമാമോ നീച്ചോണെന്നല്ല പറയണത്, ഇമാമിന് ദുആ ഇറക്കണം നേരത്തെ പറഞ്ഞു. എന്നാ പിന്നെ ഇമാം ആ ദുആന്റെ നേരത്തെ എങ്ങനെ ഇരിക്കണം അതാണ് അവിടെ പറയുന്നത്. നീച്ചോണെന്നല്ല, ഇമാം ഇരിക്കേണ്ടതിനു മാറ്റം വരുത്തണം. ഖിബിലക്ക് തിരിഞ്ഞെന്നെ അവൻ ഇരിക്കരുത്. അത് സുന്നത്തിനെതിരാണ്, ഖിലാഫു സുന്നത്താണ്. സുന്നത്ത് ഇമാമ നിസ്കാരം കഴിഞ്ഞ ശേഷം ആ ഇരുത്തത്തിന് മാറ്റം വരുത്തണം. അതല്ലേ നമ്മൾ കാണുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ വലഭാഗം ജനങ്ങളിലേക്കും ഇടഭാഗം ഖിബില കൊള്ളിയാക്കിയിരിക്കുക, മിഹ്റാബിലേക്ക് ആക്കിയിരിക്കുക. ഇങ്ങനെയാണ് ഇരിക്കല്. ഈ ഇരുത്തമാണ് നബി തങ്ങളും ശേഷമുള്ള ഖുലഫാഉ റാഷിദീങ്ങളും ഒക്കെ ചെയ്തു പോന്നിരുന്നത് എന്ന് ഇബ്നു ഹജർ തുഹ്ഫയിൽ 2-ാമത്തെ വാല്യം 105-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ പറഞ്ഞതും എന്താ? നബി തങ്ങളിൽ നിന്നും ശേഷമുള്ള ഖുലഫാഉ റാഷിദീനും ഒക്കെ അറിയപ്പെട്ടത് ഇങ്ങനെയാണ്. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം. ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു, എന്നാ പിന്നെ നബി തങ്ങൾ ദുആ ചെയ്തിരുന്ന ദുആക്കെ തിരിഞ്ഞിരുന്നതിന് ശേഷമാണെന്ന് വെക്കേണ്ടതാണ്. ഫതുഹുൽ ബാരിൽ ബാബു സ്വലാത്തി ബഅദൽ അല ബാബു ദിക്രി ബാബു ദുആഇ ബഅദ സ്വലാത്തി, നിസ്കാര ശേഷമുള്ള ദുആ എന്നൊരു അധ്യായത്തിൽ പ്രത്യേകിച്ച് ഈ വിഷയം ബുഖാരി ഇമാം ഹദീസ് ഉദ്ധരിച്ചപ്പോ അതിന് വ്യാഖ്യാനത്തിൽ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നുണ്ട്, നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഇങ്ങനെ തിരിഞ്ഞിരുന്നതിന് ശേഷമാണ്. നബി തങ്ങൾ ഇമാമായിട്ടാണല്ലോ നിസ്കരിക്കുക. അപ്പൊ ഇമാമായി നിസ്കരിക്കുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യുന്ന പല ദുആകളുണ്ട്. ധാരാളം ദുആകൾ ജമാഅത്തായുള്ള ദുആകൾ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹില്യത്തുൽ ഔലിയാ അതിൽ ഒരു ഹദീസ് കാണാം. നബി തങ്ങൾ നിർദ്ദേശിച്ചത് ആരെ? സൽമാനുൽ ഫാരിസി ഞങ്ങളോട് നിർദ്ദേശിച്ചു, നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചില്ല, എന്നാൽ നിങ്ങൾ ഭാര്യയ്ക്ക് ഇമാമായി നിസ്കരിക്കുക, ഭാര്യ നിങ്ങളെ തുറന്നു നിൽക്കട്ടെ, വീട്ടിന്റെ അഹ്ലുബൈത്ത്, നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ദ്വാരക്കുക, അപ്പൊ നിങ്ങൾ അഹ്ൽ ആമീൻ പറഞ്ഞുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞതായി ഹില്യത്തുൽ ഔലിയായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇതാണ് ഷാഫി മദ്ഹബും എന്നല്ല നബി തങ്ങൾ പഠിപ്പിക്കുന്നതും. ഖുർആനും തന്നെ പറഞ്ഞ് ഫൈദാ ഫറഗ്ത ഫൻസബ്, അൽ-നസർ സൂറത്തിലില്ലേ ഫൈദാ ഫറഗ്ത ഫൻസബ്. ഇതിന് ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യാഖ്യാനം ഫൈദാ ഫറഗ്ത ഐ മിൻ സ്വലാത്തിക, നിസ്കാരം കഴിഞ്ഞാൽ, ഫൻസബ് ഐ ഫി ദുആ, നിസ്കാരം കഴിഞ്ഞ് ദുആ ഇറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അയ്യുദ്വായി അഫ്ദലു ദ്വായെന്ന് ഏറ്റവും അഫ്ദലായ ദ്വാ ഏതാണെന്ന് ചോദിച്ചപ്പോ ഏറ്റവും അഫ്ദലായ ദ്വായിൽ ഒന്നുണ്ട്, ഇത് ദുബർ സലവാത്തിൽ മക്തൂബ, ഫർളുകാരം കഴിഞ്ഞുള്ള ദ്വായാണ്, വലിയ ഷറഫുള്ളതാണ്. അത് ഇമാമ് ദ്വാരുന്നിട്ട് മറ്റുള്ള ആമീൻ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലയിടത്തായി അത് സംബന്ധിച്ച് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഒരു നിർദ്ദേശം തന്നെ ഉണ്ട്, ഞാൻ ദ്വാരുന്നാൽ നിങ്ങൾ ആമീൻ പറയണം. ഇൻ അന ദഅഉതു ഫഅമ്മിനു. വേറൊരു സ്ഥലത്ത് റസൂലുള്ളാഹി പറഞ്ഞു കാണും, മാ മിൻ മലഇൻ യജ്തമിഉ ഫയദഉ ബഅദുഹും വയഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹും അല്ലാഹ്. ഒരു സംഘം, ഒരു സമൂഹം ഒരുമിച്ച് കൂടാ, എന്നിട്ട് അതിൽ നിന്ന് ആരെങ്കിലും ദ്വാരക്ക, ബാക്കിയുള്ളവർ ആമീൻ പറയാം. എന്നാൽ അള്ളാഹുവിന്റെ ഇജാബത്ത്, ഉത്തരം ഇല്ലാതിരിക്കില്ല, അള്ളാഹു തട്ടിക്കളയില്ല. ഒരു സമൂഹം, സംഘം ഒന്നിച്ച് ചോദിച്ച് അവരെ കയ്യിൽ സിഫർ വട്ടപ്പൂജാക്ക എന്നത് അള്ളാഹു വലിയ ഹയാ ആകുന്നു, അള്ളാഹു അത് തട്ടിക്കളയൂല. ഇതാണ് നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന. മാത്രല്ല ഇമാം ഷാഫി തങ്ങളുടെ വാക്കിൽ കാണും, ദുആ സിറാക്കലാണ് സുന്നത്ത്. എന്നാ അവിടെ ഇമാം ഷാഫി തങ്ങൾ അസ്ഹാബ് പറഞ്ഞു, എപ്പോഴാണ് ആ സിറാക്ക എന്ന് പറഞ്ഞത്? ബാക്കിലുള്ളവർ, ഖൽഫിലുള്ളവർ, പിന്നിലുള്ളവർ ആമീൻ പറയൂല എന്ന് കണ്ടാലാ. അവരൊക്കെ നിൽക്കാനും ജീവിച്ചോണ ആൾക്കാരാ. ഒരു മുജാഹിദിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആള്, അയാൾ സുന്നാന്ന് വിചാരിക്കാം. എന്നാ അയാൾ വർക്കണത് വയർക്കണ്ട, കാരണം അവരാരും ആമീൻ പറയില്ല, അവർ നിൽച്ചു എന്നല്ല. ഇബ്നു ഹജർ അവിടുത്തെ ഫത്താവയുടെ 1-ാം വാല്യം 158-ാമത്തെ പേജിൽ പറയുന്നു, ബൽ എന്നല്ല. ജഅല സിർകശി, ഇമാം സിർകശി ആക്കി, തഅ്മീനൽ മഅ്മൂമീന, മഅ്മൂമീങ്ങൾ ആമീൻ പറയല്ലേ, മിൻ മുഖ്തദിയാത്തിൽ ജഹരി, ദുആ ജഹറാക്കണമെന്ന് താല്പര്യപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മൗമൂമിങ്ങൾ ആമീൻ പറയും എന്ന് കണ്ടാൽ. അപ്പൊ മൗമൂമിങ്ങൾ ആമീൻ പറയുന്നത് കണ്ടാൽ ജഹറാക്കണം. ഇനി അതുപോലെ തന്നെയാണ് മഅ്സൂറായ നബി തങ്ങളിൽ നിന്ന് വന്ന ദുആ. ആ ദുആ പലവട്ടം ഇങ്ങനെ ദ്വാരുന്നാൽ ഈ മൗമൂമിങ്ങൾക്ക് ആ ദുആ പഠിക്കും. അപ്പൊ തഅ്മീനോ തഅലീമോ ഉദ്ദേശിച്ചാൽ ആമീൻ പറയുന്നോ, ഞാൻ ഇത് പറഞ്ഞാൽ അവർ പഠിക്കുന്നോ കണ്ടാൽ ഇമാമു ജഹറാക്കൽ സുന്നത്താകുന്നു, ബിലാ ഖിലാഫ്, അവിടെ തർക്കല്ല. ഇതാണ് ഷാഫി മദ്ഹബ്. എന്നല്ലാതെ ദ്വാരക്കാതെ എണ്ണീറ്റ് പോവുക, ഇത് ഷാഫി മദ്ഹബല്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഇതൊക്കെയായിരിക്കെ ഇതിനെതിരിൽ കർമ്മങ്ങൾ നടത്തുന്നവർ, ഇനി ഒരുപാട് വിഷയം പറയാനുണ്ട്. ഞാൻ ഈ 2-3 വിഷയത്തെ ചുരുക്കുക, എന്നാൽ തന്നെ സമയം കഴിഞ്ഞു പോയി. ഇവർ ഞങ്ങളാ ഷാഫി മദ്ഹബ്, ഈ സമസ്തക്കാർ ഷാഫി മദ്ഹബ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുമായുള്ള തർക്കമൊക്കെ പോയിരുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബും ഇവരെ മദ്ഹബും അജഗജാന്തരമുണ്ട്. എന്നല്ല, ഇവരെ മദ്ഹബ് ഗൾഫിലെ സലഫികളെ മദ്ഹബുമല്ല. കാരണം അവര് മദ്ഹബ് സ്വീകരിക്കും. എന്നല്ല, സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മദ്ഹബുമല്ല. കാരണം അയാള് പറയുന്നത് ലാ നുഖിറു സൈദിയ്യത വറാഫിദിയ്യ, പഴയ കാലത്തുള്ള പുത്തനാശയക്കാരാ, അവര് നമ്മൾ അംഗീകരിക്കുന്നില്ല. ബൽ നജ്ബുറുഹും, നമ്മളവരെ നിഷ്കർഷിക്കുന്നത്, കർശനമായി ഇവരോട് പറയുന്നത് അലാ തഖ്ലീദി അഹദിൻ മിനൽ അയിമ്മത്തിൽ അർബഅ, 4 ഇമാമുകളിൽപ്പെട്ട് ഏതെങ്കിലും ഒരാളെ തഖ്ലീദ് ചെയ്യണം, അനുകരിക്കണം എന്ന് തന്നെയാണ്. കാരണം എന്താ? നമ്മളിൽ ഇജ്തിഹാദിനെ വാദിക്കുന്നവരില്ല. വലാ നദ്ദഇൽ ഇജ്തിഹാദൽ മുതലക്ക, മുതലക്കായ ഇജ്തിഹാദിനെ നാം വാദിക്കുന്നില്ല. വലാ അഹദുൻ യദ്ദഇഹി ലദൈന, അങ്ങനെ വാദിക്കുന്ന ഒരാളും നമ്മളരികിലുമില്ല. അതുകൊണ്ട് മദ്ഹബ് സ്വീകരിക്കണം.
നമ്മൾ വനഹനു അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ, നമ്മൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരാണ് എന്ന് പറയുന്നത് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബിലെ കിതാബുൽ ഇൻസാഫ് എന്ന് പറഞ്ഞ് 12 വാല്യങ്ങളുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തെ ഇയാൾ ചുരുക്കി എഴുതി മുഖ്തസറുൽ ഇൻസാഫ് എന്നതിന്റെ പേര്. അതിന് 2 വാല്യങ്ങളാ. അതിൽ ഇയാൾ പറയുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞുള്ള ദുആന്റെ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവരെ മദ്ഹബിന്റെ നിലപാട് പറയുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഇയാൾ പറയുന്നത് നമ്മൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരാണ്, മദ്ഹബ് വിട്ട് നമുക്ക് കളിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ കൂട്ടരോ ഇവർക്കൊരു മദ്ഹബും ഇല്ല. അതുകൊണ്ട് ലാ മദ്ഹബിയ്യത്തിന്റെ വാദം ഒന്നും ശരിയല്ലെന്നും സുന്നത്ത് ജമാഅത്തിന് പുറത്താണെന്നും അത് മുസ്തഖീമായ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ ദ്വാരക്കണില്ലേ, ആ മുസ്തഖീമായ ചൊവ്വായ വഴിക്ക് പുറത്താണെന്നും ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഖീമായ വഴിയിൽ ഇസ്തിഖാമത്തോടെ നിലനിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതിനെ നമ്മുടെ ഉസ്താദുമാരുടെ പിന്നിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഓർക്കുന്നു, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ കിതാബ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിലെ ഉദ്ധരണി ഞാൻ പഠിക്കുന്ന കാലം, ഞാനന്ന് ചെറുമുക്കൽ പഠിക്കുക, അന്നാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദം കുറ്റിച്ചിറയിൽ വെച്ച് നടന്നത്. വഹാബികളുമായി നടത്തിയ വാദപ്രതിവാദത്തിൽ EK ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് ആ 12-ാം ദിവസം സ്ത്രീ ജുമായത്തായിരുന്നു വിഷയം. ആ വിഷയത്തിൽ അവസാന സമയത്ത് 2 ഉദ്ധരണിയാണ് ഉസ്താദ് വായിച്ചത്. ഒന്ന് അൽ ഫതാവൽ കുബർ അൽ ഫിഖ്ഹിയയുടെ ഇബ്നു ഹജറിന്റെ ഉദ്ധരണിയും, ഒന്നാമതായി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഇഖ്തിലാഫുൽ ഹദീസിന്റെ ഉദ്ധരണിയും വായിച്ചതോടെ അവർ അടഞ്ഞുപോയി. ഒരു മറുപടിയും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ അയിമ്മത്തിന്റെ ഇബാറത്തുകൾ, അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അത് നമ്മുടെ മദ്ഹബ് നന്നായി നാം ഒക്കെ മനസ്സിലാക്കണം. അള്ളാഹു ആ വഴിയിൽ തുടരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയ്യത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ഗ്രൗണ്ടിൽ സമ്മേളന പന്തലിൽ അല്പസമയത്തിനകം ഭക്ഷണം വിതരണം വെള്ളത്തോടൊപ്പം നിർവഹിക്കും. അപ്പോൾ ലഭിക്കുന്ന നിർദ്ദേശം പാലിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന്റെ ക്ലാസ് നടക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ക്യാമ്പിന്റെ അമീറിന്റെ പ്രഖ്യാപനം മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നു. لله وقد تصرفنا بحضور سعادة السيد الحبيب فيصل بن محمد الكاف من اليمن من تريم، وكذلك الحبيب أحمد بن علوي الثقاف، الحبيب زين بن عمر العيدروس، الشيخ عبد الله بن علي بن خميس، كلهم من اليمن الحمد لله، كلهم علماء وبعضهم يدرس في دار المصطفى في اليمن الحمد لله. قد تفضلوا في هذا المجلس المبارك من السادة، كلهم من السادة من أهل البيت، نشكرهم شكرا جزيلا
ونرحبهم ترحيبا إلى هذا المجلس العاطف. നമ്മുടെ ക്യാമ്പാണ് ഇന്നും നാളെയുമെല്ലാം. ഈ പ്രതിനിധി സംഘങ്ങൾ ക്യാമ്പിൽ ഇരിക്കുകയാണ്. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം, എപ്പോൾ വരണം, എപ്പോൾ പോകണം എന്നൊക്കെ തിരിയണമെങ്കിൽ അത് പറയാൻ ഒരു അമീർ വേണം. അതുകൊണ്ട് ഈ ക്യാമ്പിന്റെ അമീറായി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പ്രഖ്യാപിക്കുന്നു. അസിസ്റ്റന്റ് അമീറായി ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അവർകളെയും പ്രഖ്യാപിക്കുന്നു. രണ്ടുപേർക്കും ഈ ദൗത്യം നിർവഹിക്കാനും മറ്റുള്ളവർക്ക് അത് കേട്ട് അവരുടെ വാക്കുകൾ അനുസരിച്ച് നമ്മുടെ ക്യാമ്പ് വേണ്ടതുപോലെ നടത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു ചെറിയ ബെയ്ത്ത് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബേക്കൽ ഉസ്താദിന്റെ ക്ലാസ് വരുന്നു. അഹ്മദുല്ലാഹൽ വലി صلى على خير النبي باسم خير المنجلي يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله توبة طلبت منك يا شفيع المذنبين ثوبي طهر عن سواك سيدي خير النبي لا إله إلا الله جود لعبد مفلس من انسداد المذهب حب حب بهبه يا سيدي خير النبي خفت من نفسي هلاكا قبل عرفاني مبيد العدا مجلي السدايا سيدي خير النبي لا إله إلا الله ذقت ذكراه وأذقنا ذكرها يا نبي ربنا يذيقنا ما ذقت يا خير النبي غار بحر الحق من تارك فروض الآدب صار أنهار البواطي لقنا خير النبي لا إله إلا الله قدمتني مشربي كلمتني يا نبي
قدمتني 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 مشربي كلمتني 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 يا نبي قدمتني 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 مشربي كلمتني 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 يا نبي لا إله إلا الله لا يزيد الحب مني أن أزورك نبي من فضلا منك لقيا وجهكم خير النبي هاديا إلى الطريق القادري المجتبي لا إله إلا الله محمد خير النبي لا إله إلا الله ألف الألف لمدح سيدي تاج لنا أولا بسم ربي لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل كل لا إله إلا الله لا إله إلا الله لا إله إلا الله حب أهل البيت حب للحبيب نبينا حب تاج العلماء لا إله إلا الله تاج قلبي مذ عرفت سيدا لنا تاليا من درسه فلا إله إلا الله لا إله إلا الله അസ്സലാമു അലൈക്കും. നമ്മുടെ